ഞാൻ ഈ കോഴിക്കോട് നഗരത്തിൽ ഏതെങ്കിലും ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തിയതായിട്ട് ഈ പറയുന്ന ആരോപണം ഉന്നയിക്കുന്നവർ പറയട്ടെ. ഞാൻ എന്താണ്, വെറും പ്രമോദാണ്. എനിക്ക് എൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. എൻ്റെ അമ്മ, എൻ്റെ മകൻ. ഞാൻ ആദ്യം എന്താണ്, മകനായിട്ടാണ് ഞാൻ സഖാവാകുന്നത്. ഞാൻ 22 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യണം? തെളിവ് തരണം. അതായത് എന്നെ ഇതിനകത്ത് കൊണ്ടുപോയി ഗൂഢാലോചന നടത്തിയത് ആരൊക്കെയാണ്? ഈ 22 ലക്ഷം രൂപ ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതാരാണ്, ആർക്കാണ് കൊടുത്തത്, എപ്പോഴാണ്, എന്നാണ്? ഏതെങ്കിലും വിധത്തിൽ PSCയുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും പരാതിയും ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല. ഇവിടെ ഞങ്ങളുടെ മുമ്പിൽ വന്നത് പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്നതും പാർട്ടി ഭരണഘടന അനുസരിച്ചുള്ള പാർട്ടി അച്ചടക്കത്തിന് നിരക്കാത്തതുമായ ചില പ്രവർത്തനങ്ങൾ സഖാവ് KV പ്രമോദിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് പരിശോധനയിൽ ബോധ്യപ്പെട്ടു. KV പ്രമോദിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏകകണ്ഠമായി ഏകമനസ്സാലെ കൈക്കൊണ്ടിട്ടുള്ള പാർട്ടിയുടെ തീരുമാനമാണ്. അതായത് എന്നോട് വിശദീകരണം നേടിയ സാധനത്തിൻ്റെ ഈ പറഞ്ഞ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. പ്രമോദ് കോട്ടൂളിയെ CPM പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. പക്ഷേ എന്തിനാണ് നടപടി? പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്നതും പാർട്ടി അച്ചടക്കത്തിന് നിരക്കാത്തതുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്ന് ബോധ്യമായതിനെ തുടർന്ന് കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം KV പ്രമോദിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കാൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു എന്ന ഒറ്റവരി വാർത്താക്കുറിപ്പ്. PSC അംഗത്വത്തിന് കോഴ എന്ന ആരോപണം പാർട്ടി എവിടെയും പറയുന്നില്ല. അപ്പോൾ എന്തിനാണ് നടപടി? പാർട്ടി സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയ എന്താണ് പ്രമോദ് കോട്ടൂളി ചെയ്തത്? പരാതി നൽകിയ ആളുടെ വീടിന് മുന്നിൽ അമ്മയ്ക്കൊപ്പം സമരമിരുന്ന പ്രമോദ് ഇനി എന്തൊക്കെ വെളിപ്പെടുത്തൽ നടത്തും? എന്താണ് പ്രമോദിന്റെ അസാധാരണ നീക്കത്തിന് പിന്നിൽ? പ്രമോദിന്റേത് ഭീഷണിയാണ്. ചർച്ചയിൽ കോൺഗ്രസിൽ നിന്നും KP നൌഷാദ് അലി, BJPയിൽ നിന്നും M സുവർണ പ്രസാദ്, CPMൽ നിന്നും പ്രതിനിധി ഇല്ല, പകരം ഇടത് നിരീക്ഷകനാണ് ശ്രീ M ജയചന്ദ്രൻ. അത് ഞാൻ ശ്രീ ജയചന്ദ്രനിലേക്ക് പോവുകയാണ്. ശ്രീ ജയചന്ദ്രൻ, പ്രമോദ് കോട്ടൂളിയെ എന്തിനു പുറത്താക്കി എന്ന് താങ്കൾക്ക് മനസ്സിലായോ? തീർച്ചയായിട്ടും മനസ്സിലായി സ്മൃതി, മനസ്സിലായിട്ടുണ്ട്. എന്താണെന്നൊന്ന് പറയാമോ? പാർട്ടിയുടെ തീർച്ചയായിട്ടും പറയാം. പാർട്ടി ഇറക്കിയ പത്രക്കുറിപ്പിൽ തന്നെ കൃത്യമായ ഒരു വിശദീകരണം നൽകുന്നില്ലെങ്കിലും കാരണം പറയുന്നുണ്ട്. പാർട്ടിയുടെ സൽപ്പേര് കളങ്കപ്പെടുത്തി അച്ചടക്കം ലംഘിച്ചു. ഈ കാരണങ്ങളാണ് CPIM ജില്ലാ കമ്മിറ്റി വാർത്താക്കുറിപ്പായി പ്രസിദ്ധീകരണത്തിൽ നൽകിയത്. അതിനപ്പുറത്തേക്ക് CPM സ്വന്തം ഘടകങ്ങളിലാണ് ജനറൽ ബോഡികളൊക്കെ വിളിച്ചു കൂട്ടി പറയുക. അതാണ് CPMൻ്റെ രീതി. അതാണ്. ഇനി താങ്കൾ ചോദിച്ച ചോദ്യം എന്താണ് പ്രശ്നം, അത് ജില്ലാ സെക്രട്ടറി മോഹൻ മാസ്റ്റർ തന്നെ വിശദീകരിച്ചല്ലോ. PSC അംഗത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളല്ല. തീർച്ചയായിട്ടും അല്ല. PSC അംഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളല്ല, അംഗത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളല്ല. പക്ഷെ എന്നാൽ പാർട്ടിയുടെ സൽപ്പേരിനും അച്ചടക്കത്തിനും വിരുദ്ധമായത് എന്ന് വിശദീകരിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ അറിവാണല്ലോ, എൻ്റെ ബോധ്യങ്ങളാണല്ലോ ഞാൻ പറയേണ്ടത്. അത് ഈ പ്രമോദ് കൂടെ ഉൾപ്പെട്ട, പ്രമോദ് കൂടെ എന്നല്ല, പ്രധാനമായും പ്രമോദിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു ജോലിക്ക് വേണ്ടി ഒരു പ്രധാനപ്പെട്ട ജോലി നൽകാം എന്ന് വാഗ്ദാനം ചെയ്ത് ഒരു വനിതാ ഡോക്ടറുടെ ഭർത്താവിൻ്റെ നിന്ന് പണം കൈപ്പറ്റി. അതിന് 60 ലക്ഷം രൂപയാണ് തുകയായി പറഞ്ഞത്. 22 ലക്ഷം രൂപ കൈപ്പറ്റി, 20 ലക്ഷം രൂപ മറ്റാർക്കോ കൊടുക്കണം, 2 ലക്ഷം രൂപ ഈ സംഘത്തിൻ്റെ ഇവരുമായിട്ട് ബന്ധപ്പെട്ടവരുടെ യാത്രാ ചെലവിനും മറ്റുമായിട്ടാണ് എന്ന് പറഞ്ഞാണ് വാങ്ങിയത്. അപ്പോൾ എന്താണ് പോസ്റ്റ്? ആ പോസ്റ്റ് ആയുഷ് മിഷൻ്റെ ജില്ലാ കോർഡിനേറ്ററായിട്ട് നിയമനം തരപ്പെടുത്തി കൊടുക്കാം എന്നതായിരുന്നു വാഗ്ദാനം. അപ്പോൾ ഈ പറയുന്ന വനിതാ ഹോമിയോ ഡോക്ടർ അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ അത് കിട്ടിയില്ല, റിസർവേഷനിൽപ്പെട്ട് അവർക്ക് അത് കിട്ടിയില്ല. അടുത്ത ലിസ്റ്റിൽ അവർ നിയമാനുസൃതമായി വന്നു. പക്ഷേ എങ്കിലും അവർക്കൊരു ഹോമിയോ ഡോക്ടറായിട്ടിരിക്കാനല്ല താല്പര്യം, ആയുഷ് മിഷൻ്റെ പ്രധാനപ്പെട്ട ചുമതല തന്നെ വേണം എന്നുള്ള ആ ഒരു താല്പര്യം മുൻനിർത്തിയാണ്
ഈ ചൂണ്ടയിട്ടത്. ഈ ചൂണ്ടയിടുമ്പോൾ പ്രമോദ് എന്ന് പറഞ്ഞ പ്രമോദ് കോട്ടൂളി, KV പ്രമോദ് മാത്രമല്ല ഉള്ളത്, അതിൽ ഒരു സഹായിയുണ്ട്. ആ സഹായിയുടെ പങ്ക് വേറെയും ഉണ്ട് കേട്ടോ, ഈ കേസിൽ വേറെയും ഉണ്ട്. ആ സഹായി ഇടപെട്ടതിൻ്റെ പങ്ക് വേറെയും ഉണ്ട്. പിന്നെ അയാൾക്ക് BJP ബന്ധമുള്ള ആളുമാണ്. ആ BJP ബന്ധമുള്ള ആളുമായി ചേർന്നിട്ടാണ് ഈ പറഞ്ഞ പ്രമോദ് എന്ന് പറഞ്ഞ വ്യക്തി ഈ 22 ലക്ഷം രൂപ വാങ്ങുന്നത്. അപ്പോൾ വാങ്ങിയത് പ്രമോദല്ല, ഈ പറഞ്ഞ BJP നേതാവാണ്, പ്രദേശത്തെ BJP നേതാവാണ് വാങ്ങിയത്. അപ്പോൾ സാങ്കേതികമായി പറഞ്ഞാൽ പ്രമോദ് പണം കൈപ്പറ്റിയിട്ടില്ല, ശരിയാണ്. പക്ഷേ പ്രമോദിന് വേണ്ടിയിട്ടാണ് ഇയാൾ വാങ്ങിച്ചിട്ടുള്ളത് പണം. പക്ഷെ ആ പണം പിന്നെ ഇങ്ങനെ ഈ തരത്തിൽ BJP പ്രവർത്തകൻ ആ പണം തിരിച്ചു കൊടുത്തോ? അങ്ങനെയാണോ അത് പരിഹരിച്ചത്? എങ്ങനെയാ പരിഹരിച്ചത്? ഞാൻ പറയാം സ്മൃതി. എന്നിട്ട് ഈ പിന്നെ ഇങ്ങനെ ഈ തരത്തിൽ ഒരു നടപടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അടുത്താണ് ഈ വനിതാ ഡോക്ടറുടെ ബന്ധു പറയുന്നത്. അപ്പോൾ അത് അങ്ങനെയാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വാക്കാലുള്ള പരാതിയായി എത്തുന്നതും ജില്ലാ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നതും മറ്റ് പ്രധാനപ്പെട്ട ചില നേതാക്കളെ ഇതുമായി കൂട്ടിക്കെട്ടിയിട്ടുണ്ട് എന്ന വിവരങ്ങളൊക്കെ അറിയുന്നതൊക്കെ അങ്ങനെയാണ്. അതിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് പാർട്ടി ഇത് അന്വേഷിക്കുന്നത്. ആ അന്വേഷണത്തിനൊടുവിലാണ് ഏരിയ കമ്മിറ്റിയുടെ 2 ദിവസം മുമ്പുള്ള ഏരിയ കമ്മിറ്റി യോഗം കൂടി ഇയാളെ നടപടിയെടുക്കണം എന്ന് ആവശ്യപ്പെടുന്നത്. ഏരിയ കമ്മിറ്റി അംഗമായതിനാൽ ജില്ലാ കമ്മിറ്റിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ജില്ലാ കമ്മിറ്റി ചേർന്നു, ഏകകണ്ഠമായി തീരുമാനമെടുത്ത് പിന്നെ നടപടിയെടുത്ത് പുറത്താക്കി. ഇതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. താങ്കൾ മനസ്സിലാക്കുന്ന കാര്യം, താങ്കൾക്ക് കിട്ടിയ വിവരം അങ്ങനെ ആയിരിക്കാം ശ്രീ M. ജയചന്ദ്രൻ. അങ്ങനെയാണെങ്കിൽ 3 ദിവസം മുമ്പ് ഈ P. മോഹനൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ എന്താണ് പറഞ്ഞത്? ഒരു പരാതിയും ഇല്ല എന്നല്ലേ? അപ്പോൾ ഇല്ലാത്ത പരാതിയിൽ ആണ് 3 ദിവസത്തിന് ശേഷം അപ്പോഴും മാധ്യമങ്ങളോട് എന്തൊരു അസഹിഷ്ണുതയാണ്. കോലാഹലം എന്നുള്ള വാക്ക് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. മാധ്യമ കോലാഹലം എന്ന് ആവർത്തിക്കുന്നു. പാർട്ടി ഓഫീസിന് മുന്നിൽ ഇങ്ങനെ ബഹളമുണ്ടാക്കലേ എന്ന് പറയുന്നു. PSC വിഷയമല്ല എന്ന് പറയുന്നു. ഈ പുറത്താക്കുന്ന വിഷയത്തിലെങ്കിലും എന്തിനാണ് പുറത്താക്കി? താങ്കൾ ഈ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്താണ് പാർട്ടി വാർത്താക്കുറിപ്പിൽ എഴുതാത്തത്? ജനങ്ങളോട് ഇത് തുറന്നു പറയാനുള്ള ബാധ്യത പാർട്ടിക്കില്ല, ഇത് ഞങ്ങളുടെ ഉൾപാർട്ടി പ്രശ്നം എന്നാണോ ഈ വിഷയത്തെ കാണുന്നത്? തീർച്ചയായിട്ടും അതെ. ഇത്തരം കാര്യങ്ങൾ സാധാരണഗതിയിൽ CPM-ൽ എന്നല്ല, അച്ചടക്കമുള്ള ഏത് പാർട്ടിയിലും, പ്രത്യേകിച്ചും CPM ഒരു കേഡർ പാർട്ടിയാണ്. ആ കേഡർ പാർട്ടിക്ക് കേഡർ പാർട്ടിയുടേതായ ഘടനയും രീതിയും ഒക്കെ ഉണ്ട്. അവരത് വാർത്താക്കുറിപ്പ് വഴിയല്ല വിശദീകരിക്കുക, സ്വന്തം ഘടകങ്ങളിലേക്കാണ് വിശദീകരിക്കുക. അങ്ങനെയാണ് CPM ഇക്കാലം അത്രയും ചെയ്തു പോന്നിട്ടുള്ളത്. അത് മാധ്യമങ്ങൾക്ക് അറിയണം, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് അറിയണം, അതുകൊണ്ട് ഇക്കാര്യങ്ങൾ മുഴുവനാകെ തുറന്നു പറയണം എന്ന് പറഞ്ഞാൽ ഒരു കേഡർ പാർട്ടിയിൽ അത് കഴിയില്ല, അങ്ങനെ ചെയ്യാനും പറ്റില്ല. അത് സ്മൃതിക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല. ജോലി വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണം എന്നേ. അത് പോലീസ് സംവിധാനം വിജിലൻസിന് അന്വേഷണത്തിന് കൊടുക്കേണ്ട കേസാണത്. അതെങ്ങനെയാണ് പാർട്ടി പരിഹരിക്കുക? പാർട്ടിയുടെ ഘടനയ്ക്കകത്ത് പരിഹരിക്കുക? അല്ല, അങ്ങനെയൊക്കെ പറഞ്ഞോളൂ. വിജിലൻസ് വേണം, ഈ വേണമെങ്കിൽ ED-യോ CBI-യോ ഒക്കെ വേണമെന്നൊക്കെ പറഞ്ഞോളൂ. പക്ഷെ അത്ര ഒരു പരാതി ഇല്ലല്ലോ. മോഹൻ മാസ്റ്റർ പറഞ്ഞത് ശരിയാണെന്നേ. രേഖാമൂലം ഒരു പരാതിയും ആരും എവിടെയും കൊടുത്തിട്ടില്ല. ശരി, M. സുവർണപ്രസാദ്, രേഖാപരമായി കിട്ടാത്ത ഒരു പരാതിയിൽ പ്രമോദിനെ പുറത്താക്കിയിരിക്കുന്നു. അതും 2 മാസം മുൻപ് കിട്ടിയ പരാതിയിൽ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ വാർത്ത പുറത്തുവരുന്ന ഘട്ടത്തിൽ നടപടിയെടുത്തിരിക്കുന്നു. പ്രതിസ്ഥാനത്ത് BJP-യാണ്. M. സുവർണപ്രസാദ് മറുപടി പറയാം. അതെന്തായാലും നന്നായി. ഇതിപ്പോൾ പുതിയൊരു ക്യാപ്സൂൾ ഉണ്ടാക്കുകയാണ് ഇവർ. ഇന്ന് കോഴിക്കോട് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഉണ്ടാക്കിയ ക്യാപ്സൂളായിരിക്കും ഇത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇത് അന്വേഷിക്കേണ്ടത് CPM ജില്ലാ കമ്മിറ്റിയോ CPM സംസ്ഥാന കമ്മിറ്റിയോ എന്നല്ല. ഈ കേസ് അന്വേഷിക്കേണ്ടത് ഇവിടുത്തെ പോലീസാണ്. ഈ കേസ് എന്താണ്? ഇവിടെ PSC മെമ്പറാകാൻ വേണ്ടി 60 ലക്ഷത്തോളം കോഴ ആവശ്യപ്പെട്ടു, 20 ലക്ഷം കോഴ കൊടുത്തു എന്ന ഗൗരവതരമായ കേസാണ്. കേരളത്തിലെ യുവജനങ്ങളെ ബാധിക്കുന്ന വലിയൊരു വിഷയമാണ്. ഇത് CPM-ൻ്റെ ജില്ലാ കമ്മിറ്റിയോ CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റിയോ അംഗീകരിച്ച് അയാളെ പുറത്താക്കി എന്ന് പറഞ്ഞ് എഴുതി തള്ളേണ്ട അല്ലെങ്കിൽ ഒത്തുതീർപ്പാക്കേണ്ട കേസല്ല. ഇത് പോലീസ് കേസെടുക്കണം. PSC അല്ല, ആയുഷ് മിഷനിൽ ഉയർന്ന പദവി, അതുകൊണ്ടാണ് അതിന്റെ ഒരു പങ്ക് BJP-ക്കും കിട്ടിയത്. അതിനെന്താണ് പറയാനുള്ളത്?
ആയുഷ് മിഷനിലേക്ക് ഇവിടുത്തെ BJP-കാരാണ് ഓടിക്കുന്നത്? അല്ലെങ്കിൽ BJP-കാരൻ പ്രതിയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടുത്തെ പിണറായി വിജയന്റെ പോലീസ് BJP-കാരനെ അറസ്റ്റ് ചെയ്യാത്തത്? ആ BJP-കാരന്റെ പേര് പോലും എന്താണ് CPIM പാർട്ടി പറയാത്തത്? അതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി K. സുരേന്ദ്രൻ അല്ലല്ലോ, ആഭ്യന്തരമന്ത്രി പിണറായി വിജയനല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ BJP-കാരനാണ് തട്ടിപ്പ് നടത്തിയെങ്കിൽ BJP-കാരനെ അറസ്റ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ടാണ് ആ BJP-കാരന്റെ പേര് ഇതുവരെ പറയുന്നില്ല? പാർട്ടിക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ പാർട്ടിക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? BJP-കാരന്റെ പേരിലുള്ള ആരോപണം ഇത് ഏത് ലോകത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത്? BJP-കാരനെതിരെയുള്ള ആരോപണം CPIM ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത് CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗത്തെ പുറത്താക്കുക. ഇതൊക്കെ ഇവർ ഇത് ആരോടാണ് ഇത് പറയുന്നത്? ഏത് ലോകത്ത്? ഇവിടെ എന്താ നടന്ന ശ്രുതി? ഇവിടെ കോഴിക്കോട് കേന്ദ്രീകരിച്ച് നടക്കുന്ന വലിയ മാഫിയ പ്രവർത്തനം, ലാൻഡ് മാഫിയ പ്രവർത്തനം, ആ മാഫിയ പ്രവർത്തനത്തിൻ്റെ പങ്കുവെക്കലുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു വലിയ എന്താ പറയുക തട്ടിപ്പാണ് ഇവിടെ പുറത്തു വന്നിരിക്കുന്നത്. ഈ തട്ടിപ്പ് ഈ പ്രമോദ് കോട്ടൂളി എന്ന ആളൊരു ചെറിയ മീനാണ്. പ്രമോദ് കോട്ടൂളി അല്ല ഇതിലെ വലിയ മീൻ. ഇതിലെ വലിയ മീനുകൾ പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. ശരി, വലിയ മീനുകൾ പുറത്തു വരാൻ അന്വേഷണം വേണം. എല്ലാ തരത്തിലും അന്വേഷണം ആവശ്യപ്പെടും എന്നാണ് ഇപ്പോൾ പ്രമോദ് കോട്ടൂളി പറയുന്നത്. ഞാനൊന്ന് KP നൗഷാദ് അലിയിലേക്ക് പോകുന്നു. എല്ലാ തരത്തിലും അന്വേഷണം വേണം. കാരണം 20 ലക്ഷം വാങ്ങിയെന്നാ പറയുന്നത് തട്ടിപ്പിന്. 20 ലക്ഷം വാങ്ങിയെന്നാ പറയുന്നത്. പരാതിക്കാരന്റെ വീടിന് മുന്നിൽ സമരം നടത്തി. പക്ഷെ ആ പരാതി പരിഹരിച്ചു സുവർണപ്രസാദ്. പരാതിക്കാരന്റെ വീടിന് മുന്നിൽ സമരം ചെയ്യാ, നാടകം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി. ഇതെന്താ വെള്ളരിക്കപ്പെടണോ? ശരി, ശ്രീ KP നൗഷാദ് അലി, എല്ലാ തരത്തിലും അന്വേഷണം വേണമെന്ന് പ്രമോദ് കോട്ടൂളി പറയുമ്പോൾ അതിൽ ഒരു ഭീഷണിയുടെ വെല്ലുവിളിയുടെ സ്വരമുണ്ടോ? അത് മാത്രമല്ല, നുണ പരിശോധനയ്ക്ക് തയ്യാറാണ് എന്ന കാര്യം കൂടി പ്രമോദ് കോട്ടൂളി പറയുന്നുണ്ട്. സ്മൃതി, ഈ വിഷയം ശ്രദ്ധിക്കുന്ന ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ ബോധ്യമാവുന്നൊരു കാര്യമാണ്. ഈ പ്രമോദ് കോട്ടൂളി എന്നത് അദ്ദേഹം ഒരു ഇര മാത്രമാണ്. ഇതൊക്കെ വലിയ കളികളുടെ ഒരു നിർഭാഗ്യവാനായ ഒരു ബലിമൃഗം മാത്രമാണ് പ്രമോദ് കോട്ടൂളി. അല്ലാതെ അദ്ദേഹത്തിൻ്റെ മേൽ വലിയൊരു കുറ്റാരോപണം നടത്താൻ ഞാൻ എൻ്റെ ഊഴം ഉപയോഗിക്കുന്നില്ല. ഇവിടെ നിങ്ങൾ നോക്കൂ, അദ്ദേഹം ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയക്ക് ഏജൻ്റൊക്കെ ആയി പ്രവർത്തിച്ചു വരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ CPM ഉയർത്തുന്നൊരു ആരോപണം. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ചികിത്സാർത്ഥം വിദേശത്ത് പോയി, അദ്ദേഹം ഉല്ലാസയാത്രയ്ക്ക് വിദേശത്ത് പോയി. ആരാണ് അദ്ദേഹത്തെ അനുധാവനം ചെയ്തത് എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. ആദ്യത്തെ ചികിത്സാർത്ഥമുള്ള യാത്രയ്ക്ക് കിറ്റക്സ് സാബു സ്വന്തമായിട്ട് അവകാശപ്പെട്ടിട്ടുണ്ട്. ഞാനാണ് ഇത്ര ദിവസം കൂടെ ഉണ്ടായിരുന്നത്, ഇന്ന മരുന്നുകൾ എടുത്തു കൊടുത്തത്, ഇന്ന കരപരിലാളനകളും ശുശ്രൂഷകളൊക്കെ നടത്തിയത് ഞാൻ നേരിട്ടാണ് എന്ന് അദ്ദേഹം അവകാശപ്പെട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ കഴിഞ്ഞതിന് ശേഷമുള്ള ഉല്ലാസയാത്രയിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളത് ആരാണ് എന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കണം. അദ്ദേഹത്തിൻ്റെ മകൾ ഇവിടെ രേഖാമൂലം മാസപ്പടി വാങ്ങിയിട്ട് അന്വേഷണ ഏജൻസികളുടെ അന്വേഷണ പരിധിയിൽ വന്നിട്ട് ഈ പാർട്ടി എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? ഇവിടെ EP ജയരാജൻ എന്ന LDF-ൻ്റെ കൺവീനറുടെ വൈദേകം റിസോർട്ട്, ആ റിസോർട്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഇടപെടലിനെ കുറിച്ച് CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ആരോപണം ഉയർന്നു. പിന്നീട് അത് ജൂപ്പിറ്റർ ക്യാപിറ്റൽ വഴി നിരാമയ എന്ന ട്രസ്റ്റോ അല്ലെങ്കിൽ കമ്പനിയൊക്കെ വഴി രാജീവ് ചന്ദ്രശേഖരൻ ഏറ്റെടുത്തു എന്ന വാർത്ത കേട്ടു. എന്ത് പുകിലുണ്ടായി ഇവിടെ? ഏതെങ്കിലും ഒരു തരത്തിലുള്ള നടപടിയോ വിശദീകരണം ചോദിക്കലോ EP ജയരാജനോട് ഇവർ ചെയ്തിട്ടുണ്ടോ? പിന്നെ ഇവരുടെ ഈ പോലീസ് സംവിധാനം, ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ആ സംവിധാനത്തെ നിങ്ങൾ നോക്കൂ. ഇവിടുത്തെ DGP ആണെങ്കിൽ ഇവിടെ ഒരു ഭൂമി വ്യവഹാരവുമായി ബന്ധപ്പെട്ട കേസിൽ അദ്ദേഹം അന്വേഷണം സർക്കാർ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു SP ഉണ്ട്. ആ SP ക്യാമ്പ് ഓഫീസിൽ നിന്ന് മരമടക്കം മുറിച്ച് കടത്തിയ ആരോപണത്തിൽ കേസിൽ പ്രതിയാണ്. പല SP-മാരും ഒക്കെ ഇപ്പോൾ CBI അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ റഡാറിലാണ്. ഒരു ADGP ഉണ്ട്. അദ്ദേഹം വിമാനത്താവളത്തിലെ ഡ്യൂട്ടി ഫ്രീ കമ്പനിയിൽ നിന്ന് മദ്യം പുറത്തു കൊണ്ടുപോകുന്നതിനുള്ള പ്രതിഫലമായിട്ട് വാങ്ങിയത് 2 ലോഡ് മിഠായിയും ചോക്ലേറ്റും ഒക്കെയാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള ആളുകളാണ് മൊത്തത്തിൽ ഈ ഭരണത്തെ നിയന്ത്രിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചാണെങ്കിൽ മറ്റൊരുപാട് തരത്തിലുള്ള ഉരുണ്ട് കൂടലുകൾ അവിടെയുണ്ട്.
അവിടെ ഇളമരം കരീമിനെതിരെ, അദ്ദേഹത്തിൻ്റെ ബന്ധുവിനെതിരെയൊക്കെ ഭൂമി തട്ടിപ്പ്, ക്വാറി ക്രഷർ മാഫിയായിട്ടൊക്കെ ബന്ധപ്പെട്ട കേസുകൾ താമരശ്ശേരി കോടതിയിലടക്കം പ്രതിയായിട്ടുള്ള കേസ് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. ഒരു കോഴിക്കോട് CPM-ൽ ഉണ്ടായിരിക്കുന്ന വിഭാഗീയതയുടെ ഭാഗമായിട്ടല്ലേ ഇത് പുറത്തു വന്നിരിക്കുന്നത്? ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം പ്രമോദ് പാർട്ടിക്ക് വിശദീകരണം നൽകുമ്പോഴും ഈ വിവരങ്ങൾ പുറത്തു വന്നതിലാണ് അദ്ദേഹം പരാതി പറയുന്നത്. വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നിൽ മുഹമ്മദ് റിയാസാണ്. ഇതാണ് അദ്ദേഹം പാർട്ടിക്കകത്ത് പറഞ്ഞത്. പുറത്തു വന്നതിനേ ഉള്ളൂ പ്രശ്നം. ഇതിൽ ഏറെ വലിയ ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയുണ്ട് സ്മൃതി. ഇതൊക്കെ നമ്മളുടെയൊക്കെ കേട്ടുകേൾവിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെയൊക്കെ ചെവിയിൽ വന്ന് വീഴുന്ന വിശ്വസനീയമായ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുന്നത്. എന്നാൽ ഇവിടെ സർക്കാരിനെ നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യം ഞാനിപ്പോൾ ചൂണ്ടിക്കാണിക്കാം. ഇവിടെ മുഹമ്മദ് റിയാസിനെ ഒരു പരസ്യ ഏജൻസി ഉടമയെയും കമ്പനിയെയും വെച്ച് അപകീർത്തിപ്പെടുത്തുന്നു എന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എളമരം കരീമിനെതിരെയും പി മോഹനൻ മാസ്റ്റർക്കെതിരെയും കേരള പോലീസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം നടത്തിയിരുന്നു. ആ അന്വേഷണം നടത്തിയ വിവരം പിന്നീട് ഈ രണ്ട് നേതാക്കളും അറിഞ്ഞ് കുപിതരായി, ക്രുദ്ധരായി പരസ്യമായിട്ട് പോർമുഖം റിയാസിനെതിരെ തുടർന്നതുമായി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന നിരവധിയായ സംഭവങ്ങളുടെ അവസാനത്തെ കണ്ണിയാണ്. ശരി, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് കോഴിക്കോട് കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത്? ശ്രീ KP നൗഷാദ് അലി, ഇത്രയും വിവരങ്ങൾ ഉണ്ടായിട്ട് അല്ല, കോൺഗ്രസ് ഈ കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യമായി ഇടപെടുന്നത് കൊണ്ടാണല്ലോ കോഴിക്കോടിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കിട്ടാത്ത ഭൂരിപക്ഷത്തിന് 1,47,000 വോട്ട് ഞങ്ങൾ ജയിച്ചത്. ഈ ബേപ്പൂർ റിയാസിൻ്റെ മണ്ഡലത്തിൽ 20,000 വോട്ടിൻ്റെ ലീഡ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയതൊക്കെ കോൺഗ്രസ് വേണ്ട രീതിയിൽ ഇടപെടുന്നത് കൊണ്ട് മാത്രമാണ്. ഇടപെടുന്നതിൻ്റെ പ്രതിഫലനങ്ങളാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആഭ്യന്തര കാര്യങ്ങൾ ഏതുവരെ പുരോഗമിക്കുമെന്ന് സാഗൂതം നിരീക്ഷിക്കുക തന്നെയാണ് സ്മൃതി. അതിനകത്തൊന്നും യാതൊരു തർക്കവുമില്ല. ഒരു പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ വളരെ കൃത്യമായി ഇത്തരം സാഹചര്യങ്ങളെ ഞങ്ങൾ അനുധാവനം ചെയ്യുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്. അതിലൊക്കെ വേണ്ട രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള ഒരുപാട് പ്രമോദ് കോട്ടൂളിമാരെയൊക്കെ ഇത്തരത്തിൽ ബലിക്കല്ലിൽ ഹോമിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അത്രക്ക് ചീഞ്ഞു നാറുന്ന കോടാനുകോടിയുടെ ഇടപാടുകളും അവിഹിത മാത്സര്യങ്ങളും കിടമത്സരങ്ങളൊക്കെയാണ് ആ പാർട്ടിക്കകത്ത് കോഴിക്കോട് പ്രത്യേകിച്ച് നടക്കുന്നത്. അവിടെ തീർച്ചയായിട്ടും ഒരു വലിയ അധികാര കേന്ദ്രമായി പൊടുന്നനെ ഉയർന്നു വന്ന മന്ത്രി റിയാസിൻ്റെ അദ്ദേഹത്തിൻ്റെ അധികാര ദണ്ഡിൻ്റെ പ്രയോഗത്തിനെതിരായിട്ട് വലിയ ശബ്ദം, വലിയൊരു നിര തന്നെ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും മന്ത്രി റിയാസിൻ്റെ പലതരത്തിലുള്ള ഇടപെടലുകളെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ അവർ തന്നെയാണ് പുറത്തേക്ക് എത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ രഹസ്യാന്വേഷണ പിന്നെ പോലീസിൻ്റെ വിഭാഗമൊക്കെ അന്വേഷണമൊക്കെ നടത്തിയത്. പിന്നെ ഇത്തരത്തിൽ പുരോഗമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസും അത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്. CPM-ലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ പല വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഈ പുറത്തു വരുന്നതിന് പിന്നിൽ മറുവിഭാഗം, അത് പാർട്ടിയിൽ നിന്ന് തന്നെയാണ് പുറത്തു വരുന്നത്. പ്രമോദ് പാർട്ടിക്കകത്ത് പറഞ്ഞത് ശരിയാണ്, പുറത്തേക്ക് വന്ന വിവരങ്ങൾ ശരിയാണ്. പക്ഷേ ഇതിലെന്താണ് തിരുത്തൽ വരുത്തുന്നത്? എന്ത് തിരുത്തലാണ്? പാർട്ടി ഇപ്പോൾ തിരുത്തി മുന്നോട്ട് പോകുന്നു എന്നാണല്ലോ അവകാശപ്പെടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം. ഇതെന്ത് തിരുത്താണ്? നിങ്ങൾ ഒരാളെ പുറത്താക്കുന്നു, അതിൻ്റെ കാരണങ്ങൾ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല, അത് ഞങ്ങൾ അകത്ത് പരിഹരിച്ചോളാം എന്ന് പറയുന്നത് എന്ത് രൂപത്തിലുള്ള തിരുത്തലാണ് എന്ന് വിശദീകരിക്കണം. മാത്രമല്ല, പ്രമോദുമായി ബന്ധപ്പെട്ട പരാതി നേരത്തെ തന്നെ പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് പുറത്തു വന്ന അവസരത്തിലാണ് ഇപ്പോൾ നടപടി എടുക്കേണ്ടി വന്നിരിക്കുന്നത്. ആ പരാതി ലഭിച്ച ശേഷമാണല്ലോ പ്രമോദിന്റെ ഭാര്യയ്ക്ക് CPM-ന്റെ സഹകരണ സ്ഥാപനത്തിൽ ജോലി നൽകിയത്. ഈ വർഷമാണ് ജോലി നൽകിയത്. അല്ല, അതുകൊണ്ട് എന്താണ് ഈ അത്തരം ജോലി നൽകലിന്റെ പ്രശ്നമൊന്നും അല്ലല്ലോ ഈ പ്രശ്നത്തിൽ അന്തർഭവിച്ചിരിക്കുന്നത്. അല്ല, ജോലി നൽകലിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഒരാളെ പറ്റി പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയിൽ നടപടിയെടുക്കണമെന്ന ആത്മാർത്ഥമായ ആലോചനയുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിൽ മറ്റൊരാൾക്ക് കൂടി ജോലി കൊടുക്കുകയല്ലല്ലോ ചെയ്യുക. ഈ നടപടി ഇപ്പോൾ എടുക്കേണ്ട നടപടിയല്ല. എപ്പോൾ നടപടിയെടുത്തു? വാർത്ത പുറത്തു വന്ന ശേഷം. അപ്പോഴും അതിന്മേൽ എന്തിനു നടപടിയെടുത്തു എന്ന് വിശദീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഇങ്ങനെയൊരു വാർത്തയേ ഇല്ല എന്നാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞിരുന്നത്. അതിനുശേഷം സംസ്ഥാന നേതൃത്വത്തിന്റെ കർശന നിർദ്ദേശം വന്നു, നടപടിയെടുത്തേ പറ്റൂ എന്ന്. അതിനുശേഷമാണ് ഈ നടപടിയിലേക്ക് പോയിരിക്കുന്നത്. ശാസന ലഭിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ വാർത്ത. സംസ്ഥാന കമ്മിറ്റിയുടെ ശാസന. അല്ല, ഇങ്ങനൊരു വാർത്തയില്ല എന്നും CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എവിടെയും പറഞ്ഞിട്ടില്ല. എന്ത് വാർത്ത പറഞ്ഞിട്ടില്ല? CPM ജില്ലാ സെക്രട്ടറി ഒന്നും പറഞ്ഞിട്ടില്ല. CPM ജില്ലാ സെക്രട്ടറി ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണല്ലോ ഞാൻ താങ്കളോട് ചോദിക്കുന്ന ചോദ്യം. ശ്രീജയേന്ദ്രൻ പറഞ്ഞതുപോലെ ഒരു പരാതിയും ഇല്ല.
ശ്രീ ജയേന്ദ്രൻ കേട്ടോ? ഹലോ, എന്താണ് പറഞ്ഞത്? പരാതി ഇല്ലാന്നോ? കേൾക്കുന്നുണ്ട്. അല്ല, പരാതി ഇല്ലാതെ നടപടിയെടുത്തു. അല്ല, നിങ്ങൾ മാധ്യമങ്ങൾ പറയുന്നത് പോലൊരു പരാതി മാധ്യമങ്ങളിൽ വന്ന ശേഷമാണ് നടപടി. മാധ്യമങ്ങളിൽ വന്ന ശേഷമാണ് നടപടി ശ്രീ ജയചന്ദ്രൻ. മാധ്യമങ്ങൾ എങ്ങനെയാണ് വന്നത്? മാധ്യമങ്ങൾ പറഞ്ഞതിന്റെ അകത്ത് വല്ല വസ്തുതയുണ്ടോ സ്മൃതി? മാധ്യമങ്ങൾ വസ്തുത അന്വേഷിച്ചെങ്കിൽ എന്ത് കണ്ടെത്തിയെന്ന് പറയണ്ടേ ശ്രീ ജയേന്ദ്രൻ? എന്താണ് കണ്ടെത്തൽ? എന്താണ് അച്ചടക്ക ലംഘനം? എന്താണ് പാർട്ടിക്ക് കളങ്കം വരുത്തിയ പ്രവർത്തനം? താങ്കൾ ഇങ്ങനെ പറഞ്ഞാൽ പോരാ, പാർട്ടി ജില്ലാ സെക്രട്ടറി പറയണം. താങ്കൾ കേട്ടത് പറയുന്നു, ഞങ്ങളും ചിലത് കേട്ടു. അങ്ങനെ അവിടെ ഇവിടുന്നും കേട്ടത് പറയാനല്ലോ പാർട്ടി പറയണ്ടേ? പാർട്ടി ജില്ലാ സെക്രട്ടറി പറയണമെന്ന് അല്ല, പാർട്ടി ജില്ലാ സെക്രട്ടറി പറയണമെന്ന് ജയചന്ദ്രനോടല്ല ചോദിക്കേണ്ടത്, വാർത്താലേഖകർ പാർട്ടി സെക്രട്ടറി. അല്ല, ശ്രീ ജയചന്ദ്രന്റെ അഭിപ്രായമാണ് ഞാൻ ചോദിക്കുന്നത്. പാർട്ടി ജില്ലാ സെക്രട്ടറി പറയണ്ടേ? പാർട്ടി ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി കഴിഞ്ഞു എന്നാണ് താങ്കൾ, വളരെ വ്യക്തമായി പറഞ്ഞു എന്നാണ് താങ്കൾ പറയുന്നത്. എന്റെ വാദം വ്യക്തമായി പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അല്ല, പാർട്ടി ഇതാണ് പറഞ്ഞത്. പിന്നെ അങ്ങനത്തെ വാർത്തയേ ഇല്ല എന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞതാണ് സ്മൃതി ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ എന്നോട് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പായി പറഞ്ഞത്. ഞാൻ അതാണ് പറഞ്ഞത്. പാർട്ടി ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനത്തെ വാർത്തയേ ഇല്ല എന്ന്. മാധ്യമങ്ങൾ ആരോപിക്കുന്നത് ഒരു പരാതിയില്ല എന്ന് അദ്ദേഹം എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞിട്ടുണ്ട്. കാര്യം പരാതി വേറെയാണ്, അത് രേഖാമൂലമല്ല. ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് പറയുന്നത്. പരാതി വേറെയാണെങ്കിൽ ആ വേറെ പരാതി എന്താണ് ശ്രീ എം ജയചന്ദ്രൻ? കോഴയാണല്ലോ. അതെന്താ പറയാൻ മടി? അതെ, എന്താ പറയാൻ മടി? എന്താണ്? ഒറ്റവരി വാർത്താക്കുറിപ്പ് ഇറക്കിയാൽ അതാണോ ജനത്തിന് നൽകുന്ന മറുപടി? പാർട്ടിക്ക് ജനത്തോട് എന്താണ് ബാധ്യത? ഒറ്റവരി വാർത്താക്കുറിപ്പിൽ ഞങ്ങൾ ഇതാ പുറത്താക്കിയിരിക്കുന്നു, പാർട്ടിയെ കളങ്കപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? പാർട്ടിക്ക് ജനങ്ങളോട് എന്താണ് ബാധ്യത ശ്രീ ജയേന്ദ്രൻ? അയ്യോ, നാളെ ഇപ്പം അല്ല, മണിക്കൂറുകൾക്ക് മുമ്പല്ലേ ഈ പ്രമോദ് പറഞ്ഞത്, ഈ പിന്നെ ഞാൻ എൻ്റെ ആരാണ് പണം തന്നത്, ഈ ശ്രീജിത്ത് പറയണം, ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ പോവുകയാണ്, അവിടെ കുത്തിയിരിക്കാൻ പോവുകയാണ്, എനിക്ക് എൻ്റെ അമ്മയോട് മറുപടി പറയണം, മകനോട് മറുപടി പറയണം. എന്നിട്ട് കുത്തിയിരുന്നിട്ട് എഴുന്നേറ്റ് പോകുന്നത് എന്തിനായിരുന്നു? അല്ലെങ്കിൽ ആവശ്യപ്പെട്ടോ? പോലീസ് ഭീഷണിപ്പെടുത്തിയോ? CPM-കാർ വല്ലതും വന്ന് ഗുണ്ടകളെ ഇറക്കി വിട്ട് തല്ലിച്ചോ? ഒന്നുമില്ലല്ലോ. അല്ല, എഴുന്നേറ്റ് പോരുകയല്ലായിരുന്നോ? എന്നിട്ട് നാളെ മുഴുവൻ ഏജൻസികൾക്കും പരാതി കൊടുക്കുമെന്ന് പറയുന്നത്. കൊടുക്കട്ടെ. അപ്പോ ആരോഗ്യമന്ത്രിയുടെ സ്റ്റാഫിന്റെ പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയ ഇപ്പൊ BJP പ്രതിനിധി പറഞ്ഞല്ലോ. ശ്രീ എം ജയചന്ദ്രൻ, താങ്കൾ ഇപ്പോൾ പറയുന്നു ആരോഗ്യമന്ത്രിയുടെ സെക്രട്ടറിയുടെ പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്തി. അതല്ലാതെ ആയുഷ് മിഷനിൽ ഉയർന്ന പദവി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങി. അപ്പോൾ കോഴയാണല്ലോ. അത് പാർട്ടിക്കകത്ത് പരിഹരിക്കേണ്ട വിഷയമാണോ? പരാതിയില്ല, അതല്ലേ പറഞ്ഞത്. നിങ്ങൾ പറയുന്ന തരത്തിലുള്ള PSC അംഗത്വത്തിന്റെ പരാതി, അത്തരത്തിലൊരു പരാതിയില്ല. പിന്നെ വന്ന പരാതി എന്ന് പറയുന്നത് വാക്കാലുള്ള പരാതിയാണ്. അത് പാർട്ടിയുടെ CPM-ന്റെ സംഘടനാ രീതി അനുസരിച്ച് അവർക്ക് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇത് റിപ്പോർട്ടിംഗ് ഉണ്ടാവും, താഴേക്ക് റിപ്പോർട്ടിംഗ് ഉണ്ടാവും. അത് CPM-ന്റെ സംഘടനാ രീതി അങ്ങനെയാണ്. മാധ്യമങ്ങളിലൂടെ പറയുകയോ ചർച്ചയിൽ പങ്കെടുത്ത ആരെങ്കിലും ഇന്നതാണ് ഞങ്ങൾ എടുത്തിരിക്കുന്ന നടപടി വിളംബരം ചെയ്യുകയോ അല്ലല്ലോ CPM. അങ്ങനെയല്ല. നിങ്ങൾ പാർട്ടിക്കകത്ത് കണ്ടെത്തിയിട്ട് പാർട്ടിക്കകത്ത് മിണ്ടാതെ കുഴിച്ചു മൂടിയ കാര്യമാണല്ലോ പുറത്തേക്ക് എത്തിയത്. ആ പുറത്തേക്ക് എത്തിയ കാര്യത്തിൽ പുറത്തേക്ക് ജനങ്ങളോട് കാര്യങ്ങൾ പറയാനുള്ള ബാധ്യതയുണ്ട്. ശ്രീ സുവർണപ്രസാദ്, BJPക്കെതിരെ കൂടി ആരോപണം ഉയർന്ന വിഷയമാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഇപ്പോൾ ചർച്ചകളിൽ പ്രതിരോധിക്കുന്നു അതിനപ്പുറം ഇതിലെന്താണ് ചെയ്യാൻ പോകുന്നത്? BJPയിലെ ഒരു നേതാവും പ്രമോദും കൂടി ചേർന്ന് കോഴ വാങ്ങാനുള്ള ശ്രമമാണ് ഈ ആയുഷ് മിഷന്റെ കാര്യത്തിൽ ചെയ്തതെന്നാണ് പറയുന്നത്. ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് കൃത്യമായി പറയാനുള്ളത്? നിങ്ങൾ എന്താണ് ഇതിൽ ചെയ്യാൻ പോകുന്നത്? അല്ല, ആ ക്യാപ്സ്യൂളൊന്നും സ്മൃതി മെനയാവുന്നില്ല. ആ ക്യാപ്സ്യൂളൊന്നും ഓടില്ല. ഇവരങ്ങനെ BJP ഒരുപാട് ക്യാപ്സ്യൂളുകളുണ്ട്. പക്ഷെ നിങ്ങൾ BJPയെ കൂടി കുറ്റപ്പെടുത്തിയ സാഹചര്യത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ നിയമപരമായി നേരിടുമോ? അതേപോലെ തന്നെ തേഞ്ഞു പോകുന്ന ക്യാപ്സ്യൂളാണ്. അല്ല, നിയമപരമായി നേരിടണമെങ്കിൽ ആദ്യം പേര് പറയണ്ടേ? ഇത് ഏതോ ഒരു BJP നേതാവ്, മറ്റേ അശരീരി പറയുന്നവരെ ഏതോ ഒരു BJP നേതാവ് എന്ന് പറയുന്നല്ലോ. ഇവർ പേര് പറയട്ടെ. ഇവർ പേര് പറയാതെ ഏതോ ഒരു BJP നേതാവിനൊന്നും മറുപടി പറയാൻ ഞങ്ങൾ പറ്റും. ഇതെന്താ പ്രശ്നം? ഇവിടെ ഒരു പരസ്യ കമ്പനി ഉണ്ട്. ഇവരുടെ ഒരു 3-4 ആളുകളുടെ നേതൃത്വത്തിൽ കോഴിക്കോട് വെച്ച് നടക്കുന്ന ഒരു പരസ്യ കമ്പനി. ആ പരസ്യ കമ്പനിയാണ് കേരളത്തിലെ 60% ഹോർഡിങ്സും ബോർഡും എല്ലാം നടത്തുന്നത്. ഇവർക്ക് സർക്കാരിൽ നിന്ന് ഫണ്ട് കിട്ടുന്നു. ഇവർക്ക് കോർപ്പറേഷനിൽ 1 രൂപ പോലും അടയ്ക്കാതെ ഇത്തരത്തിലുള്ള ഫണ്ട് കിട്ടുന്നു. ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ്, ഈ പങ്കുവെക്കലിലേക്കാണ്
ഇവിടെ തർക്കം വരുന്നത്. ഈ പങ്കുവെക്കൽ തർക്കമായി മാറുന്നു, ഇത് പുറത്തേക്ക് വരുന്നു. ഇതൊരു തുടക്കം മാത്രമാണ്, ഇതൊന്നുമല്ല. ശരി, നിങ്ങളുടെ മനസ്സിലാക്കലിൽ ഈ പരസ്യ കമ്പനിയിൽ ആർക്കൊക്കെ പങ്കുണ്ട്? ശ്രീ സുവർണപ്രസാദ്, ബി.ജെ.പിയുടെ നിലയ്ക്ക് പരിശോധിച്ചതിൽ ഈ പരസ്യ കമ്പനിയിൽ ആർക്കൊക്കെ പങ്കുണ്ട്? ഈ പരസ്യ കമ്പനിയിൽ കേരളത്തിലെ സൂപ്പർ മുഖ്യമന്ത്രിയായി ചമയുന്ന കോഴിക്കോട്ടുകാരനായ മന്ത്രിക്കും ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർക്കും കോഴിക്കോടുള്ള ഇവരുടെ ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തിനും എല്ലാം പങ്കുണ്ട്. ഇവരൊക്കെ പങ്കു കച്ചവടക്കാരാണ്. ഇവർ പങ്കു കച്ചവടക്കാരായി നടത്തുന്ന ഈ കച്ചവടത്തിൽ തമ്മിൽ തർക്കമുണ്ടാവുന്നു, ഇത് പുറത്തു വരുന്നു. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കോഴിക്കോട്ടുകാരനായ ഒരു ലാൻഡ് മാഫിയക്കാരൻ അവിടെ പിണറായി വിജയൻ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആതിഥേയത്വത്തിലായിരുന്നു. അത് പാർട്ടിയിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാക്കി. പിന്നെ കിനാലൂർ തട്ടിപ്പ്, അതേപോലെ തന്നെ ചെറുവണ്ണൂർ ഭൂമി തട്ടിപ്പ്, അതേപോലെ തന്നെ കോൺട്രസ്റ്റ് തട്ടിപ്പ്, അതേപോലെ തന്നെ തുറമുഖം വകുപ്പ്, കോഴിക്കോട് ബീച്ചിൽ കണ്ണായ സ്ഥലത്ത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട CPM നേതാവിൻ്റെ ബന്ധുവിന് സ്ഥലം അനുവദിച്ച തട്ടിപ്പ്, കോഴിക്കോട് KSRTC സ്റ്റാൻഡ് തട്ടിപ്പ്, ഇത്തരത്തിൽ നിരവധി തട്ടിപ്പ്, കോടികളുടെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുതൽ നടക്കുന്ന തട്ടിപ്പാണെങ്കിൽ ബി.ജെ.പി ഇക്കാര്യത്തിൽ എന്ത് ചെയ്തു? നിങ്ങൾക്ക് ഇത്രയും ക്ലാരിറ്റി ഉള്ള കേസിൽ ഇനി ബി.ജെ.പി നേതാവിന്റെ പേര് പറഞ്ഞത് ഞാൻ കേട്ടത് സജീവൻ എന്ന പേരാണ്. സജീവൻ എന്ന പേരാണ് പ്രാദേശിക നേതാവ്. KSRTC സജീവൻ എന്ന നേതാവിന്റെ പേര്. സജീവൻ എന്ന് പേരുള്ള ഒരു പ്രാദേശിക നേതാവും മൂഴിക്കലില്ല, അല്ലെങ്കിൽ കോഴിക്കോട് നഗരത്തിലില്ല. കോഴിക്കോട് നഗരത്തിൽ അങ്ങനെ ഒരു പേരുള്ള ഒരു ബി.ജെ.പി നേതാവില്ല. ഉണ്ടെങ്കിൽ ഇവർ സജീവൻ എന്ന പേരുള്ള ഒരാളും ബി.ജെ.പിയിലില്ല എന്നൊക്കെ പറയുന്നത്. സജീവൻ എന്ന പേരുള്ള ഒരു പ്രാദേശിക നേതാവും കോഴിക്കോട് നഗരത്തിലുണ്ടോ? കോഴിക്കോട് നഗരത്തിലില്ല. ഇല്ലാത്ത ആളെങ്ങനെ ഇവരെ കണ്ടുപിടിക്കും? നേതാക്കന്മാരുടെ കോഴ ഇത് കേന്ദ്രീകരിച്ച് ലാൻഡ് മാഫിയ. വയനാട് ഇപ്പം മാറ്റി, ഇപ്പം കോഴിക്കോട് മാറ്റി. വയനാടല്ല, മായനാട് തള്ളി മാറ്റി കളിക്കുന്നവരാ. മായനാടില്ല, ഞാൻ പറഞ്ഞല്ലോ. മെഡിക്കൽ കോളേജ് ആശുപത്രി മായനാടില്ല. മായനാട് വെച്ചാൽ മെഡിക്കൽ കോളേജിന്റെ അടുത്തല്ലോ. മായനാടില്ല. മായനാടില്ല. ബി.ജെ.പിയുടെ കാര്യത്തിൽ തെളിവുണ്ട്. ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും. ബി.ജെ.പിയുടെ കാര്യത്തിൽ തെളിവുണ്ട്. തെളിവുണ്ടെങ്കിൽ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യട്ടെ. ബി.ജെ.പി നേതാവ് ചെയ്ത തട്ടിപ്പിന് CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗത്തിന് എന്തിനാ നിങ്ങൾ പുറത്താക്കുന്നത്? ശ്രീ എം ജയേന്ദ്രൻ, പ്രധാനപ്പെട്ട കാര്യമാണുള്ളത്. ബി.ജെ.പിക്കെതിരെ തെളിവുള്ള കാര്യത്തിൽ പോലീസിൽ പോകാതെ പാർട്ടി പരിഹരിക്കുന്നത് വിചിത്രം തന്നെ. ഒരു ബി.ജെ.പി നേതാവിനെ മായനാടും മൂഴിക്കലും ചെലവൂരും ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രമോദ് പരാതി കൊടുക്കാൻ പോകുന്നുണ്ട്. പ്രമോദ് പരാതി കൊടുക്കാൻ പോകുന്നുണ്ട്. തലസ്ഥാനത്ത് വരട്ടെ പ്രമോദ് പരാതി കൊടുക്കുമോ നാളെ അറിയാമല്ലോ. പരാതി കൊടുക്കട്ടെ. പരാതി കൊടുക്കില്ല. പരാതി കൊടുക്കാതിരിക്കാനുള്ള വഴി തേടിയിട്ടുണ്ടെന്നാണ് താങ്കൾ പറഞ്ഞത് മനസ്സിലാക്കേണ്ടത്. പരാതി കൊടുക്കാതിരിക്കാനുള്ള വഴി തേടിയിട്ടുണ്ടെന്നാണോ താങ്കൾ പറഞ്ഞത് മനസ്സിലാക്കേണ്ടത്? ഒരു കാരണവശാലും കൊടുക്കില്ല. കാരണം അല്ല, ഇന്ന് കാണിച്ചത് ഒറ്റ മിനിറ്റ്. പാർട്ടിയിൽ അസാധാരണമായ നടപടിയാണ് ഈ പുറത്താക്കപ്പെട്ടവർ മിണ്ടാതിരിക്കുകയാണ് പൊതുവെയുള്ള രീതി. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ മനു തോമസിന്റെ കാര്യത്തിലായാലും മനു തോമസ് വേറൊരു കാര്യം പറഞ്ഞിട്ടാണ് പുറത്തുപോയ ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് പുറത്തിറങ്ങി പ്രതിഷേധിക്കുകയാണ്, സമരം ചെയ്യുകയാണ്, ഞാൻ പരാതി കൊടുക്കുമെന്ന് പറയുകയാണ്, ചില കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ നേതാക്കൾക്കെതിരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയാനുള്ള ധൈര്യം പ്രമോദിന് ലഭിക്കണമെങ്കിൽ പല കാര്യങ്ങളും പ്രമോദിന് അറിയാം എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ശ്രീ ജയേന്ദ്രൻ? അതെ, അറിയാവുന്ന കാര്യങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള ഘട്ടമായിട്ടാണ് ഞാനൊക്കെ ഇയാളുടെ ഈ സമരം മറ്റേ ശ്രീജിത്തിന്റെ വീട്ടിന് മുമ്പിലുള്ള സമരത്തില് ശ്രദ്ധിച്ചത്. പക്ഷെ എന്താ സംഭവിച്ചത്? എന്താ അവിടെ നിന്ന് ഞാനിപ്പോ പറയിപ്പിക്കും. എന്റെ അമ്മയോട് നിങ്ങൾക്ക് സത്യം പറയണം, എന്റെ മകനോട് സത്യം പറയണം എന്ന് പറഞ്ഞ് വികാരനിർഭരമായി പോയ മനുഷ്യൻ പറയൂ ശ്രീജേന്ദ്രൻ പറയൂ. അല്ല,
എനിക്ക് എൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്തണം, എൻ്റെ മകനെ ബോധ്യപ്പെടുത്തണം എന്നാണല്ലോ പറഞ്ഞത്. എന്നിട്ടാണല്ലോ ഈ ശ്രീജിത്തിന്റെ വീടിന് മുമ്പിലേക്ക് സമരം ചെയ്യാൻ പോയത്. അതുകൊണ്ട് ചെന്നിട്ട് എന്താണ് സംഭവിച്ചത്? പിന്നീട് വേഗം എഴുന്നേറ്റ് പോരുന്നല്ലേ കണ്ടത്. വേഗം ഒന്നും എണീറ്റ് പോയിട്ടില്ല. ഒരു സമരം എന്ന് വെച്ചാൽ അവിടെ 2 ദിവസം താമസിച്ച് സമരം ചെയ്യാൻ അർത്ഥമുണ്ടോ? സമരം ചെയ്യുന്ന ഒരു പ്രതിഷേധ മാർഗം അവിടെ കുത്തിയിരിക്കുന്നു. ആര് എവിടെ എങ്ങനെ പണം കൊടുത്തു എന്നുള്ള പ്ലക്കാർഡുമായിട്ട് അവിടെ സമരം ചെയ്യുന്നു. അതെനിക്ക് അറിഞ്ഞുകൂടാ. അല്ല, എന്റെ ഗൈഡൻസ് ചോദിച്ചിട്ടില്ല, എന്റെ അഭിപ്രായം ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കത് പറയാൻ കഴിയില്ല. പക്ഷെ നാളെ ഇനി പരാതി കൊടുക്കുമെന്നല്ലേ പറഞ്ഞത്. ആ പരാതി കൊടുക്കുമ്പോൾ പിന്നെ എവിടൊക്കെ ഏജൻസികളുണ്ടോ അവിടെയൊക്കെ കൊടുക്കുമെന്നാണല്ലോ പറഞ്ഞത്. കൊടുക്കട്ടെ, അങ്ങനെ കൊടുക്കണം. അപ്പോഴാണ് ഇത് കൂടുതൽ ചുരുൾ നിവർന്നു വരിക, ചുരുൾ അഴിഞ്ഞു വരിക. അത് ഉറപ്പായിട്ട് നാളെ കൊടുക്കണം എന്ന് ഏറ്റവും ശക്തിയായി പിന്നെ നിർബന്ധിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രമോദ്, അത് കൊടുക്കണം. നാളെ ഇത് കൊടുക്കുമല്ലോ നമ്മൾ കാണാനിരിക്കുകയല്ലേ, കേരളം മുഴുവൻ കാണാനിരിക്കുകയല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൊടുക്കുമോ എന്ന് കാണാം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ആകാംക്ഷയിലാണ് പറഞ്ഞത്. ശരി, ശ്രീ കെ പി നൗഷാദ് അലി, മറ്റ് കേസുകളിൽ നിന്നൊന്ന് മാറി നിൽക്കണം. ഈ വിഷയത്തിലേക്ക് തന്നെ വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് താങ്കളോട്. ഈ പ്രമോദ് കോട്ടൂളി വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്താനുള്ള സാധ്യത താങ്കൾ എത്രത്തോളം കാണുന്നു? ഇന്നിപ്പോൾ മാധ്യമങ്ങളോട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. വരട്ടെ, പറയുമോ എന്ന് നോക്കാമെന്ന് ശ്രീ ജയേന്ദ്രൻ പറയുമ്പോൾ എന്തൊക്കെയോ മനസ്സിലാക്കിയ പോലെയാണ് അദ്ദേഹം പറയുന്നത്. ഇതിലപ്പുറം പറയില്ല പ്രമോദ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ സ്മൃതി, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇവിടെ ഒരു BJP നേതാവ് ഈ പ്രമോദിൻ്റെ കൂടെ കൂടി അവർ സംയുക്തമായിട്ടൊക്കെയാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെട്ടത് എന്നിവിടെ CPM-കാർ പറയുന്നുണ്ട്. ഇപ്പോൾ ശ്രീ ജയചന്ദ്രൻ ഇവിടെ പറഞ്ഞു. അങ്ങനെയൊക്കെ ആണെങ്കിൽ പ്രമോദിനെതിരെ CPM പാർട്ടിക്ക് നടപടിയെടുക്കാം. അവർ പാർട്ടിക്കകത്ത് ആഭ്യന്തര പിന്നെ അവരുടെ കേഡർ ഘടനയൊക്കെ വെച്ച് പട്ടാളച്ചിട്ടയും ഇരുമ്പ് മറയൊക്കെ മുൻനിർത്തി അദ്ദേഹത്തെ പുറത്താക്കി. BJP നേതാവിനെതിരെ ഒന്നും ചെയ്യാൻ അവർക്ക് കഴിയില്ലല്ലോ. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത്? അതിനെ നിയമത്തിൻ്റെ വഴിയിലേക്ക് BJP നേതാവിനെ കൊണ്ടുവരാനുള്ള ഇടപെടലുകൾ പോലീസ് വഴി അവർ ചെയ്യണം. അത് ചെയ്യുന്നില്ല എങ്കിൽ BJP-കാരനെ സംരക്ഷിക്കാനുള്ള ശ്രമം CPM നടത്തി എന്നുള്ളതിൻ്റെ ഒരു പരസ്യ സമ്മതമാകും ഇവരുടെ ഈ വാദം എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവരിത് പോലീസുമായിട്ടോ നിയമപരമായിട്ടോ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഇതിൽ പ്രതിയായ BJP-കാരനെ സംരക്ഷിക്കാനുള്ള നടപടിയാണ് അതിലൂടെ അല്ലല്ല ഞാനൊന്ന് പറയട്ടെ ശ്രീ ജയചന്ദ്രൻ, ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ ഊഴത്തിൽ പറഞ്ഞോളൂന്നേ. അപ്പോൾ BJP-കാരനെ സംരക്ഷിക്കാതിരിക്കാൻ ഇവർക്ക് എന്തെങ്കിലും ഒരു താല്പര്യമുണ്ടെങ്കിൽ അവർ പോലീസുമായി ബന്ധപ്പെട്ട് ഈ കേസ് ഏൽപ്പിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നമ്മുടെ ഒരു പൊതുവായ നമ്മുടെ ഒരു നിയമസമാധാന വ്യവസ്ഥിതിക്ക് തന്നെ വലിയ കോട്ടം തട്ടുന്ന വിധത്തിലാണ് CPM-ൻ്റെ ഇത്തരത്തിലുള്ള എല്ലാ ഇടപെടലുകളും. ഒരുപാട് സ്ത്രീപീഡന കേസുകൾ വരുന്നു. എല്ലാം അത് വീര്യം കൂടിയോ കുറഞ്ഞോ, സാന്ദ്രതയുണ്ടോ ഗാഠതയുണ്ടോ എന്നൊക്കെ ഇവർ തന്നെ പരിശോധിച്ചിട്ട് ഇവർ തന്നെ ഒതുക്കി തീർക്കുകയാണ്. അത്തരത്തിൽ ഒതുക്കി തീർത്ത കേസിൻ്റെ ഗുണഭോക്താവൊക്കെയാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ ആഫീസ് കേന്ദ്രീകരിച്ച് കേരളം തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി അവസരത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ കേസുകളും ഇവരിങ്ങനെ ഇവരുടെ പാർട്ടി കൊട്ടകക്കകത്തിട്ട് ഇങ്ങനെ കേടുപാടുകൾ തീർത്ത് മുന്നോട്ട് പോയി ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനുണ്ട്, കോടതിയുണ്ട്, ജഡ്ജിയുണ്ട് എന്നൊക്കെയാണ് ഇവരുടെ രീതിയെങ്കിൽ ഈ ജനാധിപത്യ സംവിധാനത്തോട്, ഭരണഘടനയോട്, നിയമം മൂലം സ്ഥാപിതമായ ഒരു രാജ്യത്തിൻ്റെ വ്യവസ്ഥിതിയോടൊക്കെ എന്ത് കൂറും എന്തൊരു അഭിവാഞ്യയുമാണ് ഇവർക്കുള്ളത് എന്ന് ഞാൻ സന്ദേഹിക്കുകയാണ്. ഈ പ്രമോദിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അദ്ദേഹത്തോട് സഹതാപമേ ഉള്ളൂ. അദ്ദേഹം ഒരുപാട് പേരുടെ കൈക്കോടാലിയായി മാറിയ ഒരു പാവപ്പെട്ട മനുഷ്യനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത്തരം നേതാക്കൾക്കൊക്കെ കൈകൊണ്ട് നേരിട്ട് പലതും എടുക്കാനോ പറിക്കാനോ പറ്റാത്തപ്പോൾ ചില തോട്ടികൾ ഉപയോഗിച്ച് പറിക്കും. അങ്ങനെ ഒരു ഇരയായിപ്പോയ ഒരു മനുഷ്യൻ ചില വിഷയങ്ങളൊക്കെ എക്സ്പോസ്ഡ് ആയപ്പോൾ ഇദ്ദേഹത്തെ കൈയൊഴിയുകയും ബലിയാടാക്കുകയും ചെയ്യാതെ മറ്റൊരു മാർഗമില്ല എന്നുള്ളതാണ് ആ CPM എത്തിപ്പെട്ട ഒരു വിഷമവൃത്തം. ആ വിഷമവൃത്തത്തിൽ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തെ അവർ കൈയൊഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ യുക്തി വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അപ്പുറം വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്കപ്പോൾ അതിനോടൊപ്പം ചേരാം എന്നേ ഉള്ളൂ. ഏതായാലും ഇദ്ദേഹം ഇനി കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുന്നതും മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നതും ഒക്കെ CPM എങ്ങനെയാണ് ഇദ്ദേഹത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിനെ കൂടി ആശ്രയിച്ചിരിക്കാം. കാരണം അവരൊരുപാട് പാച്ച് മാനേജ്മെൻറ്റൊക്കെ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ടാകാം. പ്രമോദ് കോട്ടൂളിയെ പോലെയുള്ള പിന്നെ വലിയ നാട്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യനെയൊക്കെ പാട്ടിലാക്കി പ്രലോഭിപ്പിച്ച് കൂടെ നിർത്താനൊക്കെ ചിലപ്പോൾ അവർക്ക് പറ്റിയേക്കാം. അതല്ല അദ്ദേഹം അതുപോലെ ജനാധിപത്യ
കുറ്റകൃത്യ ബോധവും അതുപോലെയുള്ള പ്രതികരണ ശേഷിയൊക്കെ ഉള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും അത് CPM-ന് തലവേദന ഉണ്ടാക്കുന്ന പല തലങ്ങളിലേക്കും അദ്ദേഹത്തിൻ്റെ വരുന്ന ആളുകളിലെ പ്രവൃത്തികൾ ഇടവരുത്തും എന്നുള്ളത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അത്തരത്തിൽ പ്രമോദ് മുന്നോട്ട് വരികയാണെങ്കിൽ കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണ പ്രമോദിനുണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ അനാവൃതമാകട്ടെ, പ്രമോദിൻ്റെ കൺഫസ് സ്റ്റേറ്റ്മെൻറ്റുകൾ തുടർച്ചയായിട്ട് വരട്ടെ. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ നമുക്കൊക്കെ താല്പര്യമുണ്ട്. കാരണം നമ്മുടെ ഒക്കെ ആ ഒരു പൊതുഭരണ രീതികൾ വെച്ചൊക്കെയാണ് ഇവർ നമ്മുടെ സങ്കല്പങ്ങൾക്കൊക്കെ പോർലേൽപ്പിച്ചുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഭരണവും ഇത്തരത്തിലുള്ള ഇടപെടലുകളുമായിട്ട് ഇവർ മുന്നോട്ട് പോകുന്നത്. ഒരുപാട് ചീഞ്ഞു നാറുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ആഫീസിനും മുഖ്യമന്ത്രിയുടെ വീടിനും മുഖ്യമന്ത്രിയുടെ മരുമകനായ മന്ത്രിക്കും ഒക്കെ ചുറ്റുപാട് ചുറ്റിപ്പറ്റി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് അതിനെക്കുറിച്ചൊക്കെ മുഴുവനായിട്ട് പറയുന്നത് ശരികേടുണ്ടോ എന്ന ഒരു നിങ്ങളുടെ നേരത്തെ നിങ്ങളുടെ പിന്നെ അഭ്യർത്ഥന മുൻനിർത്തിക്കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഏതായാലും പ്രമോദിനെ സംബന്ധിച്ചിടത്തോളം പ്രമോദിൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ നിലപാടിനെ തീർച്ചയായിട്ടും നമ്മളൊക്കെ വളരെ ആവേശപൂർവ്വമാണ് ഉറ്റുനോക്കുന്നത്. അദ്ദേഹത്തിന് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്ന് വരുന്ന ആളുകളിൽ ആവേശപൂർവ്വം കാതോർത്ത് കാത്തിരിക്കുകയാണ്. ഏതായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം CPM-ൻ്റെ രീതികളും പോക്കും എങ്ങോട്ടാണ് എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തമായ ബോധ്യം അവർക്ക് വന്നു കഴിഞ്ഞു. ഇത്തരത്തിൽ പാർട്ടി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് തെറ്റിതിരുത്താനുള്ള സന്നദ്ധതയൊക്കെ പല നേതാക്കളും പറഞ്ഞു മുന്നോട്ട് വരുമ്പോഴും ഇവരുടെ ഇടപെടലുകളും ഇടപാടുകളും ഒക്കെ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്, അതിനെ കൈകാര്യം ചെയ്യുന്ന രീതി എന്താണ് എന്നൊക്കെ വീണ്ടും ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ശൈലിയും ചെയ്തികളുമൊക്കെ CPM-നെ എങ്ങോട്ടാണ് കെട്ടിയെടുക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ദുരന്ത പര്യവസായിയായ ഒരു കാഴ്ചയായി മാറാനാണ് സാധ്യത എന്നുള്ള എൻ്റെ ഒരു തോന്നൽ ഈ അവസരത്തിൽ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കോഴ വാങ്ങുന്ന ഒരു ക്രിമിനൽ കുറ്റമാണോ? കോഴ വാങ്ങുന്നത് മാത്രമല്ലല്ലോ, കോഴ കൊടുക്കുന്നതും കോഴ വാങ്ങുന്നതും ഒരുപോലെ ക്രിമിനൽ കുറ്റമല്ലേ? അതിനല്ലേ അഴിമതി നിരോധന നിയമം പാർലമെന്റ് പാസ്സാക്കിയത്. അതിലെന്താ തർക്കം? അങ്ങനെയെങ്കിൽ കോഴ വാങ്ങി എന്ന ആരോപണത്തിൽ താങ്കൾ പറഞ്ഞ കേസ് PSC അംഗത്വവുമായി ബന്ധപ്പെട്ടല്ല, അല്ലാത്ത കോഴ വാങ്ങലാണെന്ന്. അങ്ങനെയെങ്കിൽ പാർട്ടി കോടതിയാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത്. എന്താണ് പോലീസിൽ പരാതി കൊടുക്കാത്തത് പാർട്ടി? പാർട്ടി കോടതി അല്ലല്ലോ. പാർട്ടി കോടതിയാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? മോഹൻ മാസ്റ്റർ പറഞ്ഞോ? മറ്റാരെങ്കിലും പറഞ്ഞോ? ഞാൻ ഈ ചർച്ച പറഞ്ഞോ? ഇല്ലല്ലോ. പാർട്ടി എങ്ങനെ പാർട്ടി കോടതി പരിഹരിക്കുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, കേന്ദ്ര കമ്മിറ്റി അംഗം തന്നെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. പോട്ടെ, അത് പോട്ടെ. ഇതിൽ പറയൂ താങ്കൾ, കോഴ വാങ്ങുന്നത് ക്രിമിനൽ കുറ്റമാണെങ്കിൽ അത് പാർട്ടിയാണോ? പാർട്ടി നടപടിയെടുത്ത് പരിഹരിക്കേണ്ട വിഷയമാണോ? എപ്പോഴും അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അല്ലെന്നേ, അങ്ങനെ MC ജോസഫിന് ഒരു ഘട്ടത്തിൽ പറഞ്ഞു എന്ന് വെച്ചാൽ എപ്പോഴും അത് തന്നെയാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതേ കാര്യങ്ങൾ പറയേണ്ടി വരും. അതേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതേ കാര്യം പറയേണ്ടി വരും. ശ്രീ M. ജയചന്ദ്രൻ, അല്ല എന്ത് കാര്യം ചെയ്തു? കോഴ വാങ്ങി എന്ന ആരോപണം BJP പ്രവർത്തകരുമായി ചേർന്ന കോഴ വാങ്ങിയ ഒരു നേതാവിനെ നിങ്ങൾ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുന്നു. അതുമാത്രമാണോ പാർട്ടി ചെയ്യേണ്ടത്? കോഴ വാങ്ങി എന്ന് തെളിഞ്ഞാൽ എന്താണ്? പോലീസിൽ കേസ് കൊടുക്കണ്ടേ? പോലീസിൽ പരാതി കൊടുക്കണ്ടേ? അതെന്താണ് ചെയ്യാത്തത്? അല്ല, ഒരാഴ്ച മുമ്പ് ഇങ്ങനൊന്നും അല്ലല്ലോ. താങ്കളടക്കം ആരും CPM-നെ ആക്ഷേപിച്ചത് ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. ഞാൻ പറയട്ടെ പ്ലീസ്, ഞാൻ പറയട്ടെ. അല്ല, ഞാനൊന്ന് പറയട്ടെ, എന്നിട്ട് താങ്കൾ പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒരാഴ്ച മുമ്പ് പറഞ്ഞത് CPM-ന്റെ പിന്നെ ഒരു പ്രധാനപ്പെട്ട കക്ഷി നേതാവ് PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് 60 ലക്ഷം രൂപ കരാർ ഉറപ്പിച്ചിട്ട് 22 ലക്ഷം രൂപ വാങ്ങിച്ചിരിക്കുന്നു. ഇതെന്ത് പാർട്ടിയാണിത്? എന്ത് പിന്നെ ജീവിതമാണ് ഇവിടെ ജീവിക്കേണ്ടി വരുന്നത് എന്നൊക്കെ പറഞ്ഞായിരുന്നു എല്ലാ മാധ്യമങ്ങളും ഒന്നിച്ച് അട്ടഹസിച്ചത്. പാർട്ടി ആ വിഷയം പരിശോധിക്കുകയും ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിട്ട് ആ വ്യക്തിയെ, ആ നേതാവിനെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. കാരണമായിട്ട് പാർട്ടി പിന്നെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത് ഇതാണ്: പാർട്ടിയുടെ സൽപ്പേരിന്റെ കളങ്കമുണ്ടാക്കി അച്ചടക്ക വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചു. ഇതെന്തൊക്കെയാണ്? അത് ആ പാർട്ടി കേഡർ പാർട്ടിയായ CPIM പറയുന്നത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞു. പാർട്ടിക്ക് പ്രത്യേക നിയമങ്ങൾ, പ്രത്യേക സംവിധാനമാണോ ഈ രാജ്യത്ത്?
മനസ്സിലാവുന്നില്ല ശ്രീ ജയേന്ദ്രൻ. കോഴ വാങ്ങി എന്ന് പറയുന്നു, അത് PSC അംഗത്വത്തിനുള്ള കോഴയല്ല എന്ന് പറഞ്ഞു താങ്കൾ മാധ്യമങ്ങളെ പരിഹസിക്കുന്നു. അത് വേറെ കോഴയാണ് എന്ന് തലയുയർത്തി പറയുകയാണ്. അത് വേറെ കോഴയാണെന്ന്. വേറെ കോഴയ്ക്ക് പാർട്ടി തന്നെ നടപടിയെടുക്കും, അങ്ങനെയാണോ? വേറെ കോഴയാണെന്ന് ആര് പറഞ്ഞു? താങ്കൾ പറഞ്ഞു BJP പ്രവർത്തകരുമായി ചേർന്നുള്ള കോഴ പരിപാടി എന്ന്. അല്ല, എന്റെ താങ്കളുടെ വാചകങ്ങൾ എന്റെ വായിൽ തിരികെ കയറ്റണ്ട. അത് ശരിയല്ല. ഞാൻ അങ്ങനല്ല, ഇത് വേറെ പാർട്ടിയുടെ കോഴ വേറെയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ പറഞ്ഞില്ലേ? ഞാൻ ചോദിക്കുന്നു. അത് ഞാൻ ചോദിക്കുന്നു ശ്രീ ജയേന്ദ്രൻ. താങ്കളുടെ വായിൽ തിരുന്നൊന്നുമില്ല. താങ്കൾ പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. താങ്കൾ പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. ഞാൻ ചോദിക്കുകയാണ് ചെയ്യുന്നത്. അല്ല, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം താങ്കൾ എന്തിനാണ് വ്യാഖ്യാനിക്കുന്നത്? ഞാൻ തന്നെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ വ്യാഖ്യാനിക്കാൻ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ മതി. അത് താങ്കൾ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. അത് എന്നോട് ചെയ്യുന്ന അനീതിയാണ്. അത് ചെയ്യാതിരിക്കുക ദയവായി. ഞാൻ പറഞ്ഞത് CPIM കേഡർ പാർട്ടിയുടെ ഘടന എങ്ങനെയാണെങ്കിൽ അവർക്ക് പ്രത്യേകതയുണ്ടോ എന്നാണ് താങ്കൾ ചോദിക്കുന്നത്. അവർക്കെന്തെങ്കിലും പ്രത്യേകത? അവരുടെ പാർട്ടി പരിപാടിയും ശൈലിയും രീതിയും സംഘടനാ രീതിയും ഒക്കെ അതാണ് അവരനുവർത്തിക്കുക. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആ പാർട്ടിക്ക് അംഗീകാരം കൊടുത്തിട്ടുമുണ്ട്. ജില്ലാ കമ്മിറ്റിയെ സംസ്ഥാന കമ്മിറ്റി ശാസിച്ചോ ശ്രീ ജയേന്ദ്രൻ? ജില്ലാ കമ്മിറ്റിയെ സംസ്ഥാന കമ്മിറ്റി ശാസിച്ചോ? കേസില്ല, ഒരു പരാതിയുമില്ല എന്ന് പറഞ്ഞെടുത്ത് അന്വേഷണത്തിലേക്ക് ജില്ലാ കമ്മിറ്റിക്ക് പോകേണ്ടി വന്നോ ശ്രീ ജയേന്ദ്രൻ? അല്ല, സംസ്ഥാന നേതൃത്വം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയെ ശാസിച്ചതായി യാതൊരു അറിവും ഈ നിമിഷം വരെ എനിക്കില്ല. നാളെ അങ്ങനെ ഞാൻ അറിയുകയാണെങ്കിൽ ഏതെങ്കിലും ചർച്ചയിൽ ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും ഇന്നത്തെ വിവരം അത് താങ്കൾക്ക് കിട്ടിയില്ല. ശരി, അത് അവിടെ നിൽക്കട്ടെ. ഈ അന്വേഷണത്തിലേക്ക് പോയത് എങ്ങനെയാണ്? ഒരു പരാതിയുമില്ല എന്നാണ് ജില്ലാ സെക്രട്ടറി അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. മാധ്യമ കോലാഹലം മാത്രം. എന്ത് അന്വേഷിക്കണമെന്നാണ് പറയുന്നത്? ഒരു പരാതിയുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതിനുശേഷം തൊട്ട് പിന്നാലെ അന്വേഷണത്തിലേക്ക് എങ്ങനെയാണ് പോകേണ്ടി വന്നത്? സംസ്ഥാന നേതൃത്വം അതിൽ ശക്തമായി പ്രതിഷേധിക്കുകയും അതിന്മേൽ അന്വേഷണത്തിന് വേണമെന്ന് കർശന നിർദ്ദേശം നൽകുകയുമായിരുന്നു. അങ്ങനെയാണല്ലോ അപ്പോൾ നടപടിയിലേക്ക് പോയിരിക്കുന്നത്. അതും താങ്കൾ നിഷേധിക്കുകയാണോ? അങ്ങനെയല്ല. ഞാനത് തുടക്കത്തിലെ സ്മൃതി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല. അതിൻ്റെ വസ്തുതയെ അങ്ങനെയല്ല. താങ്കൾക്ക് അത് അന്വേഷിക്കാൻ നിരവധി മാർഗങ്ങളുണ്ടെങ്കിലും ഞാനതും കൂടെ പറയുകയാണ് ഈ ചർച്ചയിൽ. അത് ഈ പറഞ്ഞ ഈ വനിതാ ഹോമിയോ ഡോക്ടറുടെ ബന്ധു തന്നെയാണ് ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോട് ഇത് സംബന്ധിച്ച് പരാതി പറയുകയാണ്. ആ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അതുപോലെ തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞ പരാതി അതുപോലെ തന്നെ അദ്ദേഹം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ആ പരാതി പറഞ്ഞു. അതാണ് ഇതിൻ്റെ അടിസ്ഥാനം. അല്ല, അത് രേഖാമൂലമുള്ളൊരു പരാതി അല്ല. അതാണ് ഞാൻ ആദ്യവും പറഞ്ഞത്, ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് വിശദമായി അന്വേഷിച്ചു. ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു, കോഴിക്കോട് ഈ പ്രമോദ് അടക്കമുള്ള ഇപ്പം പറഞ്ഞ വേറൊരാളുടെ പേര് പറഞ്ഞല്ലോ, സജീവൻ, ഇനിയുണ്ട്, തീർന്നില്ല. ഇതുകൊണ്ട് തീർന്നില്ല. കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആൾക്കാരും വരാനിരിക്കുന്നു കേട്ടോ. അത് ഇനിയുള്ള ദിവസങ്ങളിൽ വന്നോളും. അതിരിക്കട്ടെ. അങ്ങനത്തെ കോക്കസ് അവിടെയുണ്ട്. ഒരു കാര്യത്തിലല്ല, പല കാര്യത്തിലും ആ കോക്കസ് പ്രവർത്തിക്കുന്നുമുണ്ട്. അതൊക്കെ ഉണ്ടെന്നേ. പക്ഷെ ഇവിടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നിട്ടില്ല. അത് ഈ വന്ന പ്രശ്നം മുഹമ്മദ് റിയാസ് പറഞ്ഞ കോക്കസ് അതാണെന്നാണോ താങ്കളുടെ വ്യാഖ്യാനം ശ്രീ എം ജയചന്ദ്രൻ? മുഹമ്മദ് റിയാസ് പറഞ്ഞ കോക്കസ് അതാണെന്നാണോ താങ്കളുടെ വ്യാഖ്യാനം? മുഹമ്മദ് റിയാസ് പാർട്ടിക്ക് കൊടുത്ത പരാതിയിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ഒരു കോക്കസ് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞത് താങ്കൾ പറഞ്ഞ കോക്കസ് തന്നെയാണോ? ഞാൻ കേട്ടിട്ടില്ല മുഹമ്മദ് റിയാസ് കോക്കസ് ഉണ്ടെന്ന് പറഞ്ഞതായിട്ട്. ഞാൻ ഇപ്പൊ കേൾക്കുന്നു. എനിക്കറിയില്ല മുഹമ്മദ് റിയാസ് കോക്കസ് വിളിച്ചു പറയുകയല്ല. കോക്കസ് എന്ന പാർട്ടിക്ക് പരാതി കൊടുത്തു. അതെനിക്കറിയില്ല. എനിക്കറിയാത്ത കാര്യം ഞാൻ പറയില്ല സ്മൃതി. താങ്കൾക്കറിയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അവിടെ ഒരു റിയൽ എസ്റ്റേറ്റ് മുതലാളി അവിടുത്തെ പ്രധാന നേതാക്കളുടെ സ്വന്തം ആളായിട്ട് അവിടെ വിലസുന്നുണ്ട്. ആ റിയൽ എസ്റ്റേറ്റ് മുതലാളി നാദാപുരംകാരനാണ്. അയാളെ നേരത്തെ തന്നെ വളരെ മുമ്പ് പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നതാണ്. അയാൾ വീണ്ടും നേതാക്കളുമായി സൗഹൃദം സ്ഥാപിച്ച് പല കാര്യങ്ങളും നേടിയെടുത്തു. അയാളുടെ വണ്ടിയിലാണ് അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളുടെ യാത്ര. താങ്കൾ അന്വേഷിച്ചോ? ഇല്ല, എന്നെ താങ്കൾ വിളിച്ചത് ഈ പ്രശ്നം പ്രമോദ് കോട്ടൂളിയുടെ പ്രശ്നം ചർച്ച ചെയ്യാനാണല്ലോ. അനുബന്ധ കാര്യങ്ങളും ആ കോക്കസിൽ പെട്ടതാണ് പ്രമോദ് കോട്ടൂളി എന്നതാണ് റിയാസിന്റെ പരാതി. റിയാസിന്റെ പേര് പറഞ്ഞിട്ടാണല്ലോ പണം വാങ്ങിയത്. അപ്പോൾ റിയാസ് സ്വാഭാവികമായി പരാതി എനിക്കറിയില്ല.
അതെന്താണ് അവനവന് സൗകര്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് അറിയുന്നത്? അങ്ങനെയുണ്ടോ ഒരു അറിയൽ? വിവരമാണ് ഞാൻ പറഞ്ഞത്. റിയാസ് അങ്ങനെ പരാതി പറഞ്ഞു. താങ്കൾ ഈ വിഷയം അന്വേഷിച്ചിട്ട് ആകെ കണ്ടെത്തിയിരിക്കുന്ന ഒരു BJP പ്രവർത്തകൻ ഇതിൽ പങ്കാളിയാണ് എന്നുള്ള കാര്യമാണോ? അല്ല, ഇനി ചില കോൺഗ്രസ്സുകാരോട് വരാനുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, അതും വരാനുണ്ട്. അത് വരും, വലിയ താമസമില്ലാതെ വരും. ശരി, നിങ്ങൾ വരും എന്ന് പറയുന്നു. നിങ്ങൾ തരുന്ന കാര്യങ്ങൾ, അതായത് പുറത്തേക്ക് പറയുന്ന കാര്യങ്ങൾ നിന്നാൽ മതി, അതിലപ്പുറത്തേക്ക് മാധ്യമങ്ങൾ അന്വേഷിക്കേണ്ട എന്നതാണ് ഒരു CPM ലൈൻ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ വിഷയത്തിൽ ഒരൊറ്റ വഴി വാർത്താക്കുറിപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമാണല്ലോ. അപ്പോൾ എന്തിനാണ് പുറത്താക്കിയത് എന്ന ഏറ്റവും പ്രാഥമികമായ ചോദ്യത്തിന് അതിൽ ഉത്തരമില്ല. ശ്രീ സുവർണ പ്രസാദ്, എങ്ങനെയാണ് താങ്കൾ ഇതിനോട് പ്രതികരിക്കുന്നത്? ചേവരമ്പലത്തുകാരനായ വ്യക്തിയാണ് സജീവൻ എന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടിയത്. ഇപ്പോൾ ശ്രീ ജയേന്ദ്രൻ പറഞ്ഞത് വയനാടെന്നാണ്. ചേവരമ്പലം. അല്ല, അതങ്ങനെ മാറ്റി പറഞ്ഞോട്ടെ, അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇതിപ്പം ഗോൾ പോസ്റ്റ് ഇവർ മാറ്റുകയാണ്. കാരണം PSC മെമ്പറെ നിയമിക്കേണ്ടത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടായിരിക്കണം. അപ്പോൾ മുഖ്യമന്ത്രിയിലേക്ക് ആരോപണം വരും, അടുത്ത ആരോപണം വരും എന്ന് അറിയുന്നത് കൊണ്ട് അത് മറയിടാൻ വേണ്ടിയിട്ടാണ് ഇവർ ആയുഷൊക്കെ പറയുന്നത്. ചിലപ്പോൾ ആയുഷിലും നടന്നിട്ടുണ്ടാവും. കോഴിക്കോട് എല്ലാത്തിനും തട്ടിപ്പാണ്, എന്ത് കാര്യത്തിനും കോഴിക്കോട് വൻ തട്ടിപ്പാണ് നടക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ തട്ടിപ്പാണ് PSC. കാരണം PSC മെമ്പറെ നിയമിക്കാൻ മുഖ്യമന്ത്രി അറിഞ്ഞിരിക്കണം. അപ്പോൾ മുഖ്യമന്ത്രിയിലേക്കാണ് ആരോപണം. കാരണം എന്താണ്? കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭൂമാഫിയകൾ തിരുവനന്തപുരത്തേക്കും അവരുടെ സെന്റർ മാറ്റിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തേക്കും അവരുടെ ബിസിനസ് മാറ്റിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് വിഴിഞ്ഞം പോർട്ടിലേക്ക് പോലും ഇത്തരം ഭൂമാഫിയകൾ എത്തിയിരിക്കുകയാണ്. ഇതാരുടെ സഹായത്തോടു കൂടിയാണ് നടക്കുന്നത്? കോഴിക്കോട് ഇവരുടെ സ്വന്തം ആളായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട നേതാവ്. അങ്ങനെയാകുമ്പോൾ തിരുവനന്തപുരത്തേക്ക് ഇവരെ എത്തിയത് എങ്ങനെയാണ്? ഇതൊക്കെ അന്വേഷിക്കേണ്ടതാണ്. ഇതൊക്കെ ഒരു അന്വേഷണം നടന്നു കഴിഞ്ഞാൽ CPM തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും. അങ്ങനെ അന്വേഷണം വരാതിരിക്കാനും ഇവരെ മുഖ്യമന്ത്രിയെ സേഫാക്കാനും വേണ്ടി ഇവർ ഗോൾ പോസ്റ്റ് മാറ്റി കളിക്കുന്ന കളിയാണ്. ഇപ്പം PSC മാറ്റി ആയുഷാക്കി. ഇവർ PSCയിലും കുടുങ്ങും, ഇവർ ആയുഷിലും കുടുങ്ങും, ഇവർ കിലാലൂർ മറ്റേ ലാൻഡിലും കുടുങ്ങും, ഇവർ KSRTC തട്ടിപ്പിലും കുടുങ്ങും, ഇവർ തുറമുഖം വകുപ്പ് കോഴിക്കോട് ബീച്ചിലെ കണ്ണായ സ്ഥലം ഇവരുടെ നേതാവിൻ്റെ ബന്ധുവിൻ്റെ പേരിൽ എഴുതി വെച്ച ആ ഭൂമി തട്ടിപ്പിലും കുടുങ്ങും. ഇവരെല്ലാത്തിലും പ്രതിസ്ഥാനത്താണ് ഇവർ കോഴിക്കോട് വെറും കമ്മീഷൻ അടിക്കുന്ന പാർട്ടിയായിട്ട് ഇവർ മാറിക്കഴിഞ്ഞു. കാരണം ഇത് കാലാകാലങ്ങളായിട്ടുള്ളതാണ്. കോർപ്പറേഷൻ ഭരണത്തിൻ്റെ കീഴിൽ ഇവർ അഴിമതി നടത്തി, തട്ടിപ്പ് നടത്തി, തിന്ന് സുഖിച്ച് കുടിച്ച് മതിച്ച് നടക്കുന്ന സമയത്താണ് ഇവർ പുതിയ തട്ടിപ്പിലേക്ക് കടക്കുന്നത്. ഇനി എന്തിൻ്റെ പേരിലാണ് ഇവർ നടത്താനുള്ളത്? കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുമെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഇവർ കോൺട്രസ്റ്റിൽ രാഷ്ട്രപതി ഒപ്പിട്ട് പറഞ്ഞു ഈ സർക്കാർ ഇത് ഏറ്റെടുക്കാൻ. പക്ഷേ ഇവർ ഏറ്റെടുക്കുന്നില്ല. ഇവരുടെ മുന്നണിയിലെ CPIയുടെ തൊഴിലാളി സംഘടനയും BMSഉം ഉൾപ്പെടെ സമരരംഗത്താണ്. എന്തുകൊണ്ടാണ് ഇവർ കോൺട്രസ്റ്റ് ഏറ്റെടുക്കാത്തത്? 2009 നമുക്കത് മനസ്സിലായതാ. കോൺട്രസ്റ്റിന് ബദൽ വരുന്ന ഹോട്ടൽ സമുച്ചയം ആരുടെ കമ്പനിയാണ്? അതിന് പിന്നിൽ ആരാണ്? ഈ കോൺട്രസ്റ്റ് കോഴിക്കോട് മാനാഞ്ചിറയിലെ ഒരു കണ്ണായ സ്ഥലത്തുള്ള കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നായി മാറേണ്ട കോൺട്രസ്റ്റ് തർക്കത്തിലും പിന്നിൽ ഇവർ തന്നെയാണ്. അപ്പോൾ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുമെന്ന് പറയുന്നവർ പൊതുമേഖലാ സ്ഥാപനങ്ങളെ നശിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ചോരയൂറ്റി കുടിച്ച് ഇവർ മാഫിയായിട്ട് വളരുകയാണ്. ഇതിൻ്റെ അന്വേഷണം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇവർക്ക് കൃത്യമായി മനസ്സിലായത് കൊണ്ടാണ് ഗോൾ പോസ്റ്റ് മാറ്റുന്നത്. PSC മാറ്റി ഇപ്പോൾ ആയുഷായി. ശരി, ശ്രീ നൗഷാദ് അലി, ഇപ്പോൾ കോൺഗ്രസിലേക്ക് കൂടി വരുന്നു, കാത്തിരിക്കൂ എന്നുള്ളതാണ് ഇപ്പോൾ ശ്രീ ജയേന്ദ്രൻ പറയുന്നത്. എന്താണ് അതിൽ പറയാനുള്ളത്? അല്ല, അവർ CPMൻ്റെ പാർട്ടി കമ്മിറ്റി കൂടിയിട്ട് കോൺഗ്രസ് നേതാവിനെയും കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കട്ടെ. അങ്ങനെയാണല്ലോ ഇപ്പോൾ അവരുടെ രീതികൾ. അല്ലാതെ പോലീസിൽ കേസ് കൊടുക്കാൻ പറഞ്ഞിട്ട് നമുക്ക് യാതൊരു കാര്യമില്ലല്ലോ. അവരത് ചെയ്യട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി രണ്ടാമതൊരു കാര്യം, ഇവിടെ ജയേന്ദ്രൻ പറഞ്ഞതിൽ എനിക്ക് വലിയൊരു എൻ്റെ ഒരു യുക്തിക്ക് നിരക്കാത്തൊരു കാര്യം, 60 ലക്ഷം രൂപയുടെ അഴിമതിയാണ് അല്ലെങ്കിൽ തട്ടിപ്പാണ് ഇവർ പറയുന്നത്. അപ്പോൾ 60 ലക്ഷം രൂപ ആയുഷ് വകുപ്പിലെ ഏതോ ഒരു തസ്തികയ്ക്ക് വേണ്ടിയാണ് ഈ 60 ലക്ഷം രൂപ കൈക്കൂലിയായിട്ട് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ആണ് ഇദ്ദേഹം അതിനെ ഇങ്ങനെ ഒരു കഥാകഥനമായിട്ടൊരു തന്തുവൊക്കെ ആയിട്ട് അതിനിങ്ങനെ വികസിപ്പിക്കുന്നത്, ഒരു ത്രെഡിനെ. അപ്പോൾ ഏതാണ് ഈ 60 ലക്ഷം രൂപയൊക്കെ വില വരുന്ന ഈ ആയുഷിലെ താൽക്കാലിക പോസ്റ്റ് എന്നൊക്കെ എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇതൊക്കെ ആരോടാണ് പറയുന്നത്? എന്താണ് ഇതിന്റെയൊക്കെ ഇവരുടെ കൊടുത്ത ആൾക്കും തോന്നിയോണ്ടായിരിക്കും 22 ലക്ഷത്തിൽ അത് ചുരുക്കിയത്.
അല്ല, ഈ 60 ലക്ഷമൊക്കെ കൊടുത്ത് വാങ്ങാവുന്ന തരത്തിലുള്ള താൽക്കാലിക പദവികളൊക്കെ എന്താണ് ഈ ആയുഷ് വകുപ്പിൽ പിന്നെ NRHM എന്നൊക്കെ അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഇതൊക്കെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കളവ് പറയുമ്പോൾ പോലും അതൊക്കെ ഒരു യുക്തിഭദ്രമായിട്ട് അവതരിപ്പിക്കാൻ പോലും ഇവർക്ക് പറ്റാത്ത വണ്ണം ഇവരൊക്കെ വളരെ ദൗർബല്യത്തിന് അടിമപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെയൊക്കെ കാര്യവും കാരണങ്ങളും ഹേതുവും ഒക്കെ മറ്റ് പലതുമാണ്. അതിനെയൊക്കെ ദിവസങ്ങളെടുത്ത് ലഘൂകരിച്ചും പരസ്യമായപ്പോൾ പിന്നെ ഇല്ല എന്ന് ആദ്യം നിഷേധിച്ചും അങ്ങനെ അവസാനം നിക്കക്കള്ളി ഇല്ലാതാവുകയോ അല്ലെങ്കിൽ വിരുദ്ധ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ചേരിപ്പോരിനിടയിൽ ഒരു ഗ്രൂപ്പിന് മേധാവിത്വം സ്ഥാപിക്കാൻ കഴിഞ്ഞപ്പോഴൊക്കെ ഈ ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിന് പുറമേക്ക് പറയുന്ന കാരണങ്ങളൊക്കെ വളരെ ദുർബലമാണ്. പക്ഷേ ഇവിടെ ജയചന്ദ്രൻ പറഞ്ഞ കാരണങ്ങൾ അതിലേറെ വലിയൊരു പരിഹാസ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇതൊക്കെ കാണുന്ന പ്രേക്ഷകർക്ക് വളരെ കൃത്യമായിട്ടറിയാം ഇവിടെ വളരെയധികം ചീഞ്ഞ് നാറുന്നുണ്ട് എന്നുള്ളത്. ഇതൊരു പക്ഷേ CPMകാർക്കും പത്രക്കാർക്കും ഒക്കെ അറിയുന്നതിന് മുമ്പ് തന്നെ സാധാരണക്കാരായ ജനം ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിലൊക്കെ അവർക്ക് ഇത്രയും വലിയൊരു തോൽവി ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൻ്റെ ബുദ്ധദേവ് ഭട്ടാചാര്യ ആവാനുള്ള പിണറായി വിജയൻ്റെ ശ്രമങ്ങൾ ഇത്തരത്തിലൊക്കെ പുരോഗമിച്ച് മുന്നോട്ട് വരികയാണ് എന്നുള്ളതാണ് ഞാൻ ഈ അവസരത്തിൽ ഓർത്തു പോകുന്നത്. ഏതായാലും CPM എവിടേക്കാണ് പോകുന്നത്, എന്ത് തെറ്റാണ് അവർ തിരുത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഇതിലൂടെയൊക്കെ തീർത്തും പ്രതിലോമകരമായ സന്ദേശങ്ങളാണ് CPM കേരളത്തിന് ആവർത്തിച്ച് നൽകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ശ്രീജയേന്ദ്രൻ, ഇപ്പോൾ ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ പരസ്യ കമ്പനി ഇപ്പോൾ സുവർണപ്രസാദ് ആവർത്തിച്ച് പറയുകയാണ്. ആ പരസ്യ കമ്പനിക്കെതിരെ നിന്നു. ആദ്യം പരസ്യ കമ്പനി തുടങ്ങുമ്പോൾ ഇവരൊക്കെ ഒരുമിച്ചായിരുന്നു, പിന്നീട് അതിൽ തർക്കമുണ്ടാകുന്നു. അതിനെതിരെ നിന്നതാണ് ഇപ്പോൾ ഈ തരത്തിൽ പ്രമോദിന് അബദ്ധമായത്, അല്ലെങ്കിൽ ഈ കേസിൽ കുടുങ്ങുന്ന, അല്ലെങ്കിൽ ഈ കേസിൽ കുടുങ്ങില്ല, ഈ കോഴയുമായിട്ടൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ അറിയുന്ന വിവരം. താങ്കൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും താങ്കൾക്ക് പറയാനുണ്ട്? ഈ പരസ്യ കമ്പനി എന്ന വാദത്തോട് അത് നിഷേധിക്കുന്നുണ്ടോ? സ്മൃതി, കഴിഞ്ഞ 1 മണിക്കൂറായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ നിശ്ചിതമായി എന്നോട് ചോദിക്കുകയും അതിന് വ്യക്തമായ നിലപാട് നിന്നുകൊണ്ട് ഞാൻ മറുപടി പറയുകയും ചെയ്തു. പക്ഷെ ആ രൂപത്തിലാണോ കോൺഗ്രസ് പ്രതിനിധിയും BJP പ്രതിനിധിയും എന്തൊക്കെയോ പറഞ്ഞു? നിൽക്കുന്നത് ആരാണ്? ശ്രീ ജയേന്ദ്രൻ, എന്റെ ചോദ്യം CPMനോടാണ്. CPM പ്രതിനിധിയില്ല. അതാണല്ലോ എന്നോട് ചോദിച്ചത്. അതെ, താങ്കളോട് ചോദിക്കുമ്പോൾ അതിൽ കൃത്യമായ മറുപടിയാണെന്ന് താങ്കൾ അവകാശപ്പെടുന്നതല്ലേ? എനിക്കങ്ങനെ തോന്നിയില്ല. അല്ല, മറ്റൊന്നല്ല. താങ്കളുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയണമല്ലോ. ഞാൻ വ്യക്തതയോടുകൂടി മറുപടി പറഞ്ഞതാണ് എൻ്റെ ബോധ്യം. പക്ഷേ ഈ 2 പേര്, കോൺഗ്രസിൻ്റെ പ്രതിനിധിയും BJP പ്രതിനിധിയും അക്കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല, അത് എന്തൊക്കെയോ പറഞ്ഞൊഴിയുകയാണല്ലോ ചെയ്തത്. ഞാൻ അവ്യക്തമായിട്ട് ഒരു നിലപാടും സ്വീകരിച്ചില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. പറയാനുള്ളതെല്ലാം വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആരുടേതാണ്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യസഭ MP ആയ ഇടതുപക്ഷത്തിന്റെ ഒന്നും പറയാൻ കഴിയില്ല. കാരണം CPM എന്നെ ഓതറൈസ് ചെയ്തിട്ടില്ല ഇത്തരത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചോളാനായിട്ട്. അങ്ങനെ ഓതറൈസ് ചെയ്യാതെ എനിക്കെങ്ങനെ അതിന്റെ മറുപടി പറയാൻ പറ്റും? ഓതറൈസ്ഡ് മറുപടി പറയുന്ന ആൾക്കാരെ അവർ വിടും. ശരി, അപ്പോൾ അവർക്ക് താല്പര്യമുള്ളത് ചെയ്യാൻ പറ്റൂ. കോഴ വിഷയം പാർട്ടിക്കകത്ത് പരിഹരിക്കേണ്ടതാണ് എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ എന്നുള്ളത് താങ്കൾക്ക് പറയാം. വീടിനടുത്താണ് ഈ പരാതിക്കാരുടെ വീട്. CPMന്റെ MP വിഷയം എന്നുള്ളതല്ലല്ലോ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വിഷയങ്ങളും വിശദമായ പരിശോധനയ്ക്ക് തന്നെ വരണമെന്നേ. അത് ഈ താങ്കൾ ഇടയ്ക്ക് ചോദിച്ചല്ലോ, ഈ തെറ്റുതിരുത്തലുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആഴത്തിൽ അതുമായിട്ട് തന്നെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ആ തെറ്റുതിരുത്തലുമായിട്ട് തന്നെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ. അത് പരിഹരിച്ചുകൊണ്ട് മാത്രമേ ആ പാർട്ടിക്ക് മുമ്പോട്ട് പോകാനും കഴിയും. അങ്ങനെ പരിഹരിക്കുന്ന രൂപത്തിലല്ല ഇപ്പോൾ വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് ആ ഒരു ബോധ്യത്തിലാണ് ഞാൻ നിലപാട് വ്യക്തമാക്കിയത്. സ്മൃതി, അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ നിലപാട് അതാണ്. ശരി, സുവർണപ്രസാദ് എന്താണ് പറഞ്ഞത്? CPMന്റെ കഴിഞ്ഞ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഉപയോഗിച്ച വാഹനത്തെ പറ്റി പോലും തർക്കമുണ്ട്. അവിടെ സ്ഥാനാർത്ഥി ഉപയോഗിച്ച വാഹനം വെറുക്കപ്പെടും. ഇവരുടെ ഇവരുടെ പാർട്ടിക്കാരുടെ അതെ.
അതാണ് ഇവിടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ പറഞ്ഞത്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലുണ്ടായ ആരോപണവും അതുതന്നെയാണ്. മറ്റൊരു കാര്യം, ഇവരുടെ MP-യുടെ വീടിനടുത്താണ് ഈ പരാതിക്കാരുടെ വീട്. ഇവരുടെ MP-യുടെ വീടിനടുത്താണ് പരാതിക്കാരുടെ വീട്. മറ്റൊരു കാര്യം, ഇവരുടെ മന്ത്രിയുടെ വീടിനടുത്താണ് ആരോപണ വിധേയനായ ആളുടെ വീട്. അപ്പോൾ ഇവരൊക്കെ തമ്മിൽ അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളാണ്. ഇവർക്കൊന്നും ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാനാവില്ല. കോഴിക്കോട്ടുകാർക്ക് എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് ഇവരുടെ MP-യെയും ഇവരുടെ മന്ത്രിയെയും ഇവരുടെ ജില്ലാ സെക്രട്ടറിയെയും ഇവർ നടത്തുന്ന എല്ലാ കാര്യങ്ങളും കോഴിക്കോട്ടുകാർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതിന് ഇവർ മാധ്യമങ്ങളെ പോലും സ്വാധീനിക്കാൻ സ്വാധീന ശക്തിയായി ഇവർ മാറി. കോഴിക്കോട്ടുള്ള മാധ്യമം അല്ലെ കേരളത്തിലെ മാധ്യമങ്ങളെ പോലും സ്വാധീനിക്കാൻ കഴിയുന്ന സ്വാധീന ശക്തിയായി ഈ പരസ്യ കമ്പനിയും ഈ പരസ്യ ടീംസും മാറിയിരിക്കുകയാണ്. ശരി, ഏതായാലും എന്തൊക്കെ കാര്യങ്ങൾ ഇനി പുറത്തേക്ക് വരുമെന്ന് അറിയേണ്ടതുണ്ട്. പ്രമോദ് കോട്ടൂളി ഇന്നത്തോടുകൂടി അവസാനിപ്പിക്കുകയാണോ അതോ നാളെ വീണ്ടും ചില കാര്യങ്ങൾ കൂടി വെളിപ്പെടുത്തുമോ? അപ്പോൾ ഏതൊക്കെ തലകൾ ഉരുളുമെന്നറിയാം. ഏതായാലും നിലവിൽ മാധ്യമ കോലാഹലം എന്ന വാദത്തിൽ തന്നെ ജില്ലാ സെക്രട്ടറിക്ക് നടപടിയെടുത്തു എന്ന വാചകം കൂടി പറയേണ്ടി വന്നിരിക്കുന്നു. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.